ഹല്ലേലൂയ. ഈ സമയം പി ജി അങ്കിൾ ഞാൻ മുമ്പോട്ട് വിളിക്കുന്നു. ഹല്ലേലൂയ. പി ജി അങ്കിൾ മുമ്പോട്ട് കടന്നു വന്ന് സ്തോത്രം. നമ്മുടെ കരം അടിച്ച് നമുക്ക് പി ജി അങ്കിളിനെ ഒന്ന് വെൽക്കം ചെയ്യാം. ആ കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ലോണം അടിക്കാം. ALSC സഭകൾ അടിക്കുന്നത് പോലെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ചെറിയതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇരിക്കാം. ബാക്കി എല്ലാവരും ഒന്ന് ഇരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അങ്കിൾ, യു ഹാവ് ബീൻ എൻ ഇൻസ്പിറേഷൻ ഇൻ മൈ ലൈഫ്. അങ്കിൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇൻസ്പിറേഷനായി. സോ വി പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പി ജി അങ്കിളിനെ അറിയാത്തവരാരുമില്ല. സ്തോത്രം. പട്ടാളത്തിലായിരുന്നു. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വിളി. അതെല്ലാം നമ്മളോട് അല്പം ഒന്ന് സംസാരിക്കും. 82 വയസ്സ് പ്രായമുണ്ട്. ഒരുമിച്ച് എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അങ്കിൾ അതൊന്നും സമ്മതിക്കത്തില്ല. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ഫൗണ്ടറാണ് അങ്കിൾ. സ്തോത്രം. അങ്കിളിന്റെ വെബ്സൈറ്റിൽ ഡോക്ടർ പി ജി വർഗീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹീസ് എ മെന്റർ, ഹീസ് എ ഫാദർ, ഹീസ് എ റൈറ്റർ, ഹീസ് എ സോഷ്യൽ റിഫോമർ. വ്യത്യസ്തമായിട്ടുള്ള നിലവാരങ്ങളിൽ കർത്താവ് സ്തോത്രം പി ജി അങ്കിളിനെ ഉപയോഗിക്കുന്നു. 69-70 ബുക്കുകൾ, അതിലുപരി ബുക്കുകൾ എഴുതുവാൻ കർത്താവ് സഹായിച്ചിരിക്കുന്നു. സ്തോത്രം. 1000-ൽ പരം ചർച്ചുകളെ പ്ലാൻ ചെയ്യുവാൻ, അതിന് നേതൃത്വം കൊടുക്കുവാൻ ഒരു അപ്പോസ്തോലിക പിതാവായി സ്തോത്രം ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ഭാരതത്തിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തൃദാസനാണ്. We are so privileged. Once again നമ്മുടെ കരം അടിച്ച് നമുക്ക് നന്ദി പറയാം. We are so privileged to have you this day. പോകാൻ വരട്ടെ ഇത്രയൊക്കെ പറഞ്ഞാൽ എന്തോ തരണം. വെറുതെ ആയിരിക്കത്തില്ല, എന്തെങ്കിലും കാര്യം കാണാതിരിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം അധ്യായം. നിങ്ങളിൽ എത്ര പേര് വടക്കേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കൈപൊക്കിക്ക്. വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ല, കാര്യമായിട്ട്. ശരി, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഫ്രീ കലണ്ടർ അവിടുന്ന് കിട്ടും. ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. എൻ്റെ പേര് മറന്നുപോയാലും കർത്താവെ, ഡൽഹിയിൽ നിന്ന് വന്ന ഒത്തിരി തലമുടിയുള്ള ദൈവദാസനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. തെറ്റിക്കറങ്ങി എൻ്റെ അടുക്ക വരും അനുഗ്രഹം. അതുകൊണ്ടൊരു കലണ്ടർ കൊണ്ടുപോകണം. ഫ്രീ ആയിട്ട് തരികയാണ്. അതൊക്കെ നോക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത വർഷം ഞങ്ങളുടെ ലക്ഷ്യമാണ് ഡബിൾ, ഇരട്ടിയാകുക. അടുത്ത വർഷത്തെ ഞാൻ നേരത്തെ 2 പ്രാവശ്യം അങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കി. 2 പ്രാവശ്യം ദൈവം സാധിച്ചു തന്നു. അപ്പോൾ അടുത്ത വർഷമാണ്. എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് 86 വയസ്സാകുമ്പം 10 ലക്ഷം വിശ്വാസികൾ ഞങ്ങളുടെ സംഘടനയിലുണ്ടാവും. ഇപ്പോൾ കൂടിപ്പോയാൽ ഒരു 3 ലക്ഷം 2.5 ലക്ഷം പേരൊക്കെ ഉള്ളൂ. പക്ഷെ അത് 4 ഇരട്ടി വർദ്ധിക്കണം. അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ ഡബിൾ ആകാൻ പോകും. എൻ്റെ ബുക്ക് സ്റ്റാൾ പുറകിൽ കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം എടുത്തുകൊണ്ട് പോകാം. പൈസ കൊടുക്കണ്ട. നേരത്തെ കൊടുത്താൽ മതി, പിന്നെ കൊടുക്കണ്ട കേട്ടോ. നേരത്തെ കൊടുക്കണം. എപ്പോഴെങ്കിലും കൊടുത്തേ ഒക്കത്തുള്ളൂ. ഫ്രീ. 86 പുസ്തകം എഴുതി. 82 പുസ്തകം അച്ചടിച്ചിട്ടുള്ളൂ. 4 എണ്ണം അച്ചടിച്ചിട്ടില്ല. ഒരെണ്ണം ഇന്നലെ എഴുതി തീർന്നു ഇംഗ്ലീഷിൽ. ഇനിയും പിന്നെ ഒരെണ്ണം മലയാളത്തിൽ എഴുതണം. ഇതെല്ലാം അച്ചടിക്കണമെങ്കിൽ പ്രസ്സുകാർ രൂപ കൊടുക്കാതെ അടിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിക്കാൻ നിർബന്ധിതനാണ്. പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ. ഞാൻ എഴുതിയിട്ടുള്ള ഏറ്റവും സുന്ദരമായ പുസ്തകങ്ങളിൽ ഒന്നാണ് ഗുരുപാദങ്ങളിൽ ഒരു വേദപഠനം. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 21-ാം അധ്യായം 2 അധ്യായവും ആസ്പദമാക്കിയാണ്. ചില പുസ്തകങ്ങളുണ്ട്, നല്ല പുസ്തകങ്ങളുണ്ട്, വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ. എൻ്റേത് വിൽക്കാൻ ശ്രമിക്കുകയല്ല ഞാൻ. പക്ഷേ അത് അച്ചടിച്ച് 1 വർഷത്തിനകത്ത് തീർന്നു പോകും. There's a miracle in your mouth. ഞാൻ എഴുതിയ 1 വർഷത്തിനകത്ത് തീർന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ പുസ്തകം വിൽക്കണമെന്നല്ല. എൻ്റെ ആഗ്രഹം നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. അതുകൊണ്ട് പുസ്തകം വാങ്ങിച്ചു പോകണം. 1-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കൽ എത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവൻ്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്നു കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്നു കണ്ടു, വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവൻ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ആ പുസ്തകം എഴുതുമ്പോൾ എനിക്ക് ഈ വെളിപ്പാട് കിട്ടിയിട്ടില്ലായിരുന്നു. വെളിപ്പാടല്ല, വാസ്തവത്തിൽ പ്രകാശനമാണ്. ഇറ്റ് ഈസ് നോട്ട് എ റിവിലേഷൻ, ഇറ്റ് ഈസ് ആൻ ഇല്യൂമിനേഷൻ. റിവിലേഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് അതിൻ്റെ ഇല്യൂമിനേഷനാണ് കിട്ടുന്നത്, പ്രകാശനമാണ് കിട്ടുന്നത്. ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. ഇതിനകത്ത് 7 സന്ദേശം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തെ സന്ദേശം കാണിക്കുന്നു. 6 സന്ദേശം വാ കൊണ്ട് പറയുന്നു. ഞാൻ ജനിച്ചതൊരു കാട്ടുപ്രദേശത്താണ്.
റബ്ബർ തോട്ടം, കാട്ടുപ്രദേശം, വലിയ തോട്ടങ്ങളൊക്കെ കാട്ടുപ്രദേശത്തായിരിക്കും. 5-10 ഏക്കറൊക്കെ ഉള്ളത് ഇവിടെയൊക്കെ കാണും. പക്ഷേ അല്ലാത്ത ഒരെണ്ണം നോക്കാമെങ്കിൽ കഴിയാമെങ്കിൽ അങ്ങ് കാട്ടുപ്രദേശത്തായിരിക്കും. അപ്പോൾ എൻ്റെ പപ്പ ഒരു തോട്ടത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു കാട്ടുപ്രദേശത്താണ്. അപ്പോൾ അവിടെ അധികം ആളുകളൊന്നും വരത്തില്ല. കാരണം ബസ് ഇറങ്ങി പിന്നെ ഒരു 5 കിലോമീറ്റർ നടന്നെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ വരത്തുള്ളൂ. അതുകൊണ്ട് 3 മാസമോ 4 മാസമോ ഇരിക്കുമ്പോഴാണ് ആരെങ്കിലും വരുന്നത്. ആ വരുന്ന സമയത്ത് അമ്മച്ചി അച്ചപ്പവും മുറുക്കും റസ്ക്കും ഇത് 3 അടച്ച് ടിന്നിനകത്ത്, വലിയ ടിന്നിനകത്ത് അടച്ച് മേടി വെച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ മൂത്ത മോനെ വലിയ പേടിയായിരുന്നു അമ്മച്ചി. എല്ലാം മോട്ടിച്ചു തിന്നും കേട്ടോ, അച്ചപ്പവും മോട്ടിച്ചു തിന്നും. എന്തോ പറയാനാ, അത് ഞാനാ കേട്ടോ, പറയരുത് ആരോടും. അതുകൊണ്ട് അമ്മച്ചി കൈ എത്താത്തടത്ത് മേളിലൊരു പലകയുടെ മേളിൽ വെച്ചിട്ടുണ്ട്. ഈ അതിഥികൾ വന്നു കഴിയുമ്പോൾ അമ്മച്ചി ഇതെല്ലാം 2-3 ഒക്കെ എടുത്തു വെച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റൂളിലോട്ട് വെക്കും. അന്ന് ഞാൻ കൗബീനമൊക്കെ ഉടുത്ത്, അന്നത്തെ ഡ്രസ്സ് അതാണ് കേട്ടോ, ഇന്ത്യൻ ടൈപ്പ്, അതുമൊക്കെ ഉടുത്ത് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ എൻ്റെ നോട്ടം മുഴുവൻ ഈ മുറുകയിലോട്ടാണ്, എൻ്റെ നോട്ടം മുഴുവൻ ഈ അച്ചപ്പത്തിലോട്ട്. ഞാൻ ഇങ്ങനെ കുലുങ്ങി നിൽക്കും. അന്നേരം എൻ്റെ അമ്മച്ചി എന്നോട് പറയും ഓടിപ്പോടാ. എങ്ങനെ പറയുന്നറിയോ? ഇങ്ങനെ. അമ്മച്ചി മിണ്ടാതെ മിണ്ടി, ഒറ്റ അക്ഷരം മിണ്ടിയില്ല. അപ്പോൾ അതുപോലെ യേശു ക്രിസ്തു ഒന്നാമത്തെ സന്ദേശം മിണ്ടാതെ മിണ്ടി, പറയാതെ പറഞ്ഞു, ആംഗ്യം കൊണ്ട് പറഞ്ഞു. പിന്നത്തെ 6 നിങ്ങളുടെ പ്രത്യേകിച്ച് ചുമന്ന അക്ഷരത്തിൽ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ അടയാളപ്പെടുത്തിയത്, അച്ചടിച്ചത് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു മരിച്ചത് ഏത് ദിവസമായിരുന്നു? പറയുന്നവർക്ക് ഒരു പേന കൊടുക്കും. വെള്ളിയാഴ്ച. ആരാ പറഞ്ഞേ പേന? ഡോക്ടറാണോ? തെറ്റാ ഡോക്ടറെ, എന്താ പറയാനാ? വെള്ളിയാഴ്ചയല്ല മരിച്ചത്. വെള്ളിയാഴ്ച മരിക്കാനൊക്കത്തില്ല. വെള്ളിയാഴ്ച മരിച്ചാൽ 3 ദിവസം ആവത്തില്ല. യേശുക്രിസ്തു പറഞ്ഞാൽ 3 ദിവസം ഭൂമിക്കടിയിരിക്കണമെന്ന്. വെള്ളിയാഴ്ച മരിച്ചാൽ ആവത്തില്ല. വേദപണ്ഡിതന്മാരുടെ അധികം പേരുടെയും അഭിപ്രായം, മറ്റേത് കത്തോലിക്കരും യാക്കോക്കാരും പറഞ്ഞത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു നടക്കുക, ഗുഡ് ഫ്രൈഡേ എന്ന് അല്ലേ? ഫ്രൈഡേയിലല്ല യേശുക്രിസ്തു മരിച്ചത്. അധികം വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം വ്യാഴാഴ്ച ആയിരിക്കും. കുറച്ച് പേര് വിശ്വസിക്കുന്നു ബുധനാഴ്ച ആയിരിക്കും. ഞാനും വ്യാഴാഴ്ച ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. പോട്ടെ, പേന എന്തായാലും പോയില്ല. കർത്താവേ, ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനും ആരും ശരിയായിട്ട് ഉത്തരം പറയല്ലേ, എൻ്റെ പേനായും കൊണ്ട് തിരിച്ചു പോകാൻ ഇടയാക്കി തീർക്കണമേ. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എല്ലാവർക്കും അറിയാം. ഞായറാഴ്ച രാവിലെ, യഹൂദന്മാരുടെ ദിവസം തുടങ്ങുന്നത്, ഞായറാഴ്ച തുടങ്ങുന്നത് ശനിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെ. ഇത് ഇംഗ്ലീഷുകാരുടെ സിസ്റ്റം വന്നപ്പോഴാണ് നമ്മൾ രാവിലെ 6 മണി എന്ന് പറഞ്ഞത്. മറ്റേ അങ്ങനെയല്ല. ഞങ്ങൾ യാക്കോബക്കാരായിരുന്നു, എൻ്റെ പപ്പ അമ്മച്ചി. അപ്പം ഞങ്ങളിവിടെയൊക്കെ ശനിയാഴ്ച വൈകിട്ട് പഠിക്കാൻ സമ്മതിക്കത്തില്ല. എന്താ കാരണം? വേദപുസ്തക പ്രകാരം ഞായറാഴ്ച തുടങ്ങുന്നത് ശനിയാഴ്ച വൈകിട്ട്. അപ്പം ഞായറാഴ്ച രാവിലെ ഇരുട്ടുള്ളപ്പോൾ ഒരു സഹോദരി, മഗ്ദലക്കാരത്തി മറിയ, വേറൊരിടത്ത് പറയുന്നത് 3 സഹോദരിമാർ. ഇതിനകത്ത് ഏതാ ശരി? എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരിടത്ത് പറയുന്ന ഒരാൾ, വേറൊരിടത്ത് പറയുന്ന 3 പേര്, രണ്ടും ശരിയാണ്. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അന്ന് രാവിലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ 3 സ്ത്രീകൾ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയിൽ വന്നു. എപ്പോഴും ഇരുട്ടുള്ളപ്പോൾ. എപ്പോഴാണ് ഇരുട്ടുള്ളപ്പോൾ എന്ന് പറയുന്നതെന്ന് അറിയാമോ? രാവിലെ 4 മണിക്ക്. വേറൊരു ഭാഷയിൽ പറഞ്ഞ പെരുമീൻ ഉദിക്കുന്ന സമയത്ത്. ഈ പെണ്ണിൻ്റെ അടുക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കരടി വീട്ടിനകത്ത് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ രാവിലെ 4 മണിക്ക് നിങ്ങളുടെ പെങ്ങള് അല്ലെങ്കിൽ മൂത്ത മോള് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മച്ചി ഇറങ്ങുക, എവിടെ പോവാ? പാസ്റ്ററെ കാണാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ, എന്താ പറയുക, കറിയാത്തോ? രാവിലെ 4 മണിക്ക് ഇരുട്ടുള്ളപ്പോൾ പോവാ പാസ്റ്ററെ കാണാൻ. ഇത് യേശു ക്രിസ്തുവിൻ്റെ കല്ലറയിലോട്ട് പോവാ. എൻ്റെ 7 കാരണങ്ങളുണ്ട് പറയാൻ ഈ പെണ്ണുങ്ങൾക്ക് പോരുതെന്ന്. നമ്പർ 1, അത് വളരെ ദൂരമാണ്, 5 കിലോമീറ്റർ ദൂരമുണ്ട്. 2, കുറ്റിക്കാടുകളാണ്, മലയാണ്, അവിടെ ഒന്നും വീടുകളില്ല, കുറ്റിക്കാടിനകത്തൂടെ പോകണം. 3, അവിടെ പട്ടാളക്കാർ നിൽപ്പുണ്ട്. പട്ടാളക്കാർ നിൽക്കുന്നിടത്ത് പകല് പോലും സ്ത്രീകൾക്ക് പോകാൻ പേടിയാണ്. പിന്നല്ലേ രാത്രിയിലത്തെ കാര്യം. 4-ാമത്തെ കാര്യം, 5-ാമത്തെ എനിക്കറിയാൻ വയ്യ, തല്ലിക്കൊല്ലുന്ന സ്ഥലമാണ്, ക്രൂശിക്കുന്നതായിട്ടുള്ള സ്ഥലമാണ്, ശവക്കല്ലറയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും രാത്രി ശവക്കല്ലറയിൽ പോയി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് വരാനുള്ള തൻ്റെ ഇടമുണ്ടോ? എനിക്കിച്ചിരി പ്രയാസം ഉള്ളത് കാര്യം ഞാനങ്ങ് പറയാമല്ലോ. പകല് വേണമെങ്കിൽ ചെയ്യാം, രാത്രി 12 മണിക്ക് പോകാൻ വയ്യ. വേറെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അവർക്ക് ചെയ്യാം. എന്താ പോകുന്നത്? ഞങ്ങൾ പോവും. എന്താ കാര്യം? എന്താ കാര്യമെന്നോ? ഞങ്ങൾക്ക് അവനോട് സ്നേഹമുണ്ട്. നിങ്ങൾക്ക് കർത്താവിനോട് സ്നേഹമുണ്ട് എങ്കിൽ മറ്റാരും ചെയ്യാത്ത പലതും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചില്ല എന്ന് വരാം, ബാക്കിയുള്ളവർ രൂപ കൊടുത്തില്ലെന്ന് വരാം, ദശാംശം കൊടുത്തില്ലെന്ന് വരാം, ബാക്കിയുള്ളവരാരും ട്രാക്ട് കൊടുക്കാൻ പോയില്ല എന്ന് വരാം, ബാക്കിയുള്ളവരാരും കൺവെൻഷന് വേണ്ടി വരുന്ന ഗസ്റ്റിനെ താമസിപ്പിക്കാൻ ചുമതല കൊടുത്തില്ലെന്ന് വരാം. പക്ഷെ ദൈവത്തോട് സ്നേഹമുള്ളവർ ചെയ്യും.
സ്നേഹം നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ഈ മൂന്ന് സഹോദരിമാർ ഈ സഹോദരി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 2 തുണികൾ കിടക്കുന്നത് കണ്ടു. ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ ശരീരം പൊതിഞ്ഞിരുന്ന തുണി, അത് ഇളക്കിയിട്ടില്ല കേട്ടോ, അത് അതുപോലെ ഇരിക്കുകയാണ്. ആ തുണി ഞാൻ കണ്ടിട്ടുണ്ട്, ഇറ്റലിയിലുണ്ട്. ആ തുണിയാണോ വേറെ തുണിയാണോ നമുക്കറിയത്തില്ല. അത് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പകുതി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് അതുതന്നെയാണെന്നാണ്. 1-ാം നൂറ്റാണ്ടിലെയാണ് യേശുവിൻ്റെ നമ്മുടെ ഈ പഴയ കാലത്തെ നെഗറ്റീവ് ഇല്ലയോ ഫോട്ടോയുടെ, അതുപോലുള്ള ഒരു പ്രിൻ്റ് അതിനകത്തുണ്ട്. ഇത് അതാണെന്ന് പറഞ്ഞു. പകുതി ശാസ്ത്രജ്ഞന്മാർ പറയുന്നില്ല ഇത് കള്ളത്തരമാണ്, ഇത് 7-ാം നൂറ്റാണ്ടിലെയാണ്, 3-ാം നൂറ്റാണ്ടിലെയാണ്, 13-ാം നൂറ്റാണ്ടിലെയാണ്, ഏതാണെന്നറിയാമേ. എന്തായാലും അടുത്ത് കാണാനൊന്നും എനിക്കിടയായി. അവിടെ നിന്നുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചു, ഇത് ആണേലും അല്ലേലും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ യേശു ക്രിസ്തുവിൻ്റെ ശരീരം പൊതിഞ്ഞിരുന്ന തുണി ഒരു വലിയ തുണിയാണ്. 2 യേശു ക്രിസ്തുവിൻ്റെ തലയിൽ വെച്ചിരുന്നതായിട്ടുള്ള തുണി, അത് മടക്കി വെച്ചിരുന്നു. മറ്റേത് മടക്കിയിട്ടില്ല, ഇത് മാത്രം മടക്കി. ആരാണ് മടക്കിയത്? യേശു ആയിരിക്കണം. ഉയർത്തെഴുന്നേറ്റവനായ യേശു തലയിൽ വെച്ചിരുന്നതാണ്. നിങ്ങൾ ടി വിക്കകത്തൊക്കെ നോക്കുമ്പം കാണാം, അറേബ്യയിലുള്ളവരൊക്കെ തലയിൽ ഒരു തുണി ഇട്ടേക്കും. പണ്ടത് യഹൂദൻ്റെ ആയിരുന്നു. മുസ്ലിങ്ങൾ അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് യഹൂദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചതറിപ്പോയി. പിന്നെയാണ് അവർ തൊപ്പി വെക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ചെറിയ തൊപ്പിയുണ്ട്, വലിയ തൊപ്പിയുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ തുണി യേശു ക്രിസ്തുവിൻ്റെ തലയിൽ വെച്ചിരുന്നതായിട്ടുള്ള തുണി. എന്തിനാണ് തലയിൽ തുണി വെച്ച് നടക്കുന്നത്? അവിടെ ഒത്തിരി ചൂടുള്ള സ്ഥലമാണ്, ഭയങ്കര വെയിലാണ്. അപ്പോൾ സൺസ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സൂര്യതാപം എന്ന് പറയും. അപ്പോൾ ഈ തലയിലൊരു തുണി ഇട്ടേക്കും, കാരണം വെയിലടിക്കാതിരിക്കാൻ. വേറൊരു കാര്യമുണ്ട്, അവിടെയൊക്കെ പൂഴിമണലാണ്. ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ മണലല്ല, ഒരുമാതിരി നമ്മുടെ ഗോതമ്പ് മാവുള്ള പൊടിയാണ്. കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് പൊങ്ങും. 2 ദിവസം കഴിയുമ്പോഴേ പലപ്പോഴും ഇത് താഴത്തുള്ളൂ. അപ്പോൾ റോഡിൽ കൂടെ നടക്കുന്നവർ, വെളിയിലോട്ട് ഇറങ്ങുന്നവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിപ്പോകും. ആ സമയത്ത് അവരുടെ തലയിൽ കിടക്കുന്ന തുണി എടുത്തിട്ട് അവർ കണ്ണുനീർ തുടയ്ക്കും. എന്തിനാണ് യേശു ക്രിസ്തു ഈ തലയിലിട്ടിരുന്ന തുണി മടക്കിയത്? ഈ സന്ദേശം നിങ്ങൾക്ക് തരാൻ. യേശുവിനറിയാമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഒരു പെണ്ണ് വരും, അവൾ പോയിട്ട് തിരിച്ചു എന്നിട്ട് ശിഷ്യന്മാരുടെയൊക്കെ പറയും, പത്രോസും യോഹന്നാനും കൂടെ വരും, ഞാൻ ചെയ്തത് യോഹന്നാൻ എഴുതി വെക്കും, അത് PG വർഗീസോ ഇതുപോലുള്ളവരൊക്കെ വന്ന് പ്രസംഗിക്കും. എന്താണ് സന്ദേശം? എന്നെ കാണാൻ ചിലപ്പോൾ ഓഫീസിൽ ആളുകൾ വരും, കരയാൻ വരുന്നതാണ്. കരയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പാക്കറ്റ് എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ടക്ക് 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 2, 3, 4 ഒന്നിച്ചെടുത്തിട്ട് കണ്ണുനീര് തുടയ്ക്കുന്നത്. ചിലരുടെയൊക്കെ കണ്ണുനീർ ഞാൻ തുടയ്ക്കും. പ്രായമുള്ള ഒരു അമ്മച്ചിയാണെങ്കിൽ, ഒരു കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ, അവരുടെ പ്രായത്തിനും എൻ്റെ സ്ഥാനത്തിനും ഒക്കെ അനുസരിച്ച് ഞാൻ അവരുടെ കണ്ണുനീർ തുടയ്ക്കും. പക്ഷെ ഞാൻ തുടച്ചു കഴിഞ്ഞാലും പിന്നെ കണ്ണുനീർ ചാടിപ്പോവും. പക്ഷെ യേശു പറയുകയാണ്, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഹാൻഡ് കർച്ചീഫ് എൻ്റെ കയ്യിൽ തരിക, ഞാനിത് മടക്കി തരാം. അത് അവൻ മടക്കിയാൽ പിന്നെ നിനക്ക് കരയേണ്ടി വരത്തില്ല. അതുകൊണ്ട് കരയാൻ മടിക്കരുത്, കരയുക. ഒരു ദിവസം നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഹാൻഡ് കർച്ചീഫ് അവൻ തുടയ്ക്കും. താഴോട്ട് പോട്ടെ. യോഹന്നാനും പത്രോസിനും മനസ്സിലായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിന് തെളിവുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞ് വെച്ച് അവരങ്ങ് വീട്ടിലേക്ക് പോയി. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ദുഃഖസമ്പൂർണമായ ഒരു വാക്യമാണത്. ഏറ്റവും ദുഃഖസമ്പൂർണമായ ഒരു വാക്യം. കാരണം എന്താ? അടുത്ത വാക്യം, മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. മറിയ, ഞാൻ 6 പ്രാവശ്യം ഇസ്രായേലിൽ പോയിട്ടുണ്ട്. പ്രസംഗിക്കാൻ പോയതാണ് കേട്ടോ. രൂപ ചിലവാക്കി പോയതല്ല, ഒരൊറ്റ രൂപ പോലും ഞാൻ ചിലവാക്കിയിട്ടില്ല. എന്നെ പ്രസംഗിക്കാനായിട്ട് ആരെങ്കിലും വിളിക്കും. ഈ വർഷത്തിൽ വിളിച്ചിരുന്നു, പോയില്ല. ഇനിയും പോകുന്നില്ലെന്ന് വിചാരിച്ചു. 6 പ്രാവശ്യം പോയില്ലേ. ഒരു പ്രാവശ്യം തന്നെ ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയി. അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കാൻ, കരയാൻ, ചിന്തിക്കാൻ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ അവിടെ ചെന്നപ്പോൾ കൊണ്ടുപോകുന്ന ഗൈഡുണ്ട്. ഈ ഗൈഡുമാരുടെ അടുക്കൽ ഞാൻ ചോദിച്ചു, യേശു ക്രിസ്തു ഈ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു, ആ സമയത്ത് മറിയ എവിടെ ആയിരിക്കും? അത് പറഞ്ഞാൽ അവിടെ ആയിരിക്കും. എത്ര മീറ്റർ ദൂരമുണ്ട്? കൂടിപ്പോയ ഒരു 100 മീറ്റർ, അല്ലെങ്കിൽ പോട്ടെ ഒരു 200 മീറ്റർ. അവളോട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ശിഷ്യന്മാർ വീട്ടിൽ പോയി. കരയുന്ന ഒരു മറിയെ പറ്റി അവർക്ക് ചിന്തയില്ലാതായിപ്പോയി. നിങ്ങൾ അതിനെന്തോ വിളിക്കും. എൻ്റെ ഭാഷ വളരെ പരിമിതമാണ്, ഇംഗ്ലീഷും പരിമിതമാണ്, മലയാളവും പരിമിതമാണ്. നിങ്ങളുടെ ഭാഷ നിങ്ങളെന്ത് പറയും? ക്രൂരത, സ്നേഹമില്ലായ്മ, കരുണയില്ലായ്മ, കഠിന ഹൃദയം, വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞാട്ടെ. അല്ലായിരുന്നു അവൾക്ക് ചെന്ന, എൻ്റെ മറിയമ്മ ചേട്ടത്തി കരേണ്ട ആവശ്യമില്ലടി, വേണ്ട, നമ്മളെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവളുടെ വിലപിക്കുന്നതായിട്ടുള്ള ഹൃദയത്തിൽ സന്തോഷം പകരുവാൻ, അവരുടെ കാലിൽ ചിലങ്ക അണിയിക്കുവാനുള്ള സന്ദേശം അവരുടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ വീട്ടിലേക്ക് പോയി. അവരെ പറ്റി കരുതിയില്ല. ഞാൻ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ അതിനിടുന്ന പേര്? ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കാര്യം, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കരയുന്ന പെണ്ണുണ്ട്, ഒരു കരയുന്ന ചേട്ടത്തിയുണ്ട്, ഒരു കരയുന്ന മുഹമ്മദുണ്ട്, ഒരു കരയുന്ന നാരായണൻ കുട്ടിയുണ്ട്, കള്ളുകുടിച്ചുമച്ച് വന്ന് അടികൊള്ളുന്ന ഭാര്യയുടെ കരച്ചിലുണ്ട്, മക്കളില്ലാതെ കരയുന്ന ഒരാളിൻ്റെ കരച്ചിലുണ്ട്. നമ്മൾ പോയോ? എന്തുകൊണ്ട് പോയില്ല?
എൻ്റെ ചോദ്യങ്ങൾ കുറെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് മനസ്സിനകത്ത്. ചൂണ്ടയിട്ട് പഠിക്കും. ഈ കഴിഞ്ഞ വർഷത്തിൽ ആരോടെങ്കിലും നിങ്ങൾ യേശുവിനെ പറ്റി പറഞ്ഞോ? എന്തുകൊണ്ടില്ല? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആര് വരും? ബില്ലി ഗ്രഹാം വരുമോ? അതോ DGS ദിനകരൻ വരുമോ? ആര് വരണം? പത്രോസും യോഹന്നാനും കാണിച്ച ഭോഷത്വം നിങ്ങൾ കാണിക്കരുത്. കരയുന്ന ഒരു മറിയ, കരയുന്ന ഒരു തോമസ്, കരയുന്ന ഒരു മാധവൻകുട്ടി, കരയുന്ന ഒരു പൊതുവാൾ, കരയുന്ന ഒരു മുഹമ്മദ് കുഞ്ഞ അവിടെയും ഇവിടെയും ഉണ്ട്. അവരോട് പോയിട്ട് യേശുവിനെ പറ്റി പറയണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം. അവർക്ക് മനസ്സിലാകുന്നത് വരെ പറയണം. ആളുകൾ എൻ്റെ ചോദിക്കും, വർഗീസ് എന്താ ഇങ്ങനെ ഓടി നടക്കുന്നത്? ഇനിയും ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന 26-ാം തീയതി, ഫെബ്രുവരി മാസം 26-ാം തീയതി. എൻ്റെ വിചാരം 10 ദിവസം വീട്ടിൽ കാണത്തുള്ളൂ, പിന്നെ ഓടി നടക്കും. ഞാൻ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഞാൻ മേഘാലയത്തിൽ പോകും, അവിടുന്ന് കൽക്കട്ടായി വരും, അവിടുന്ന് ഹൈദരാബാദിൽ പോകും, അവിടുന്ന് വാറങ്കലിൽ പോകും. അവിടുന്ന് എന്തിനാ ഓടി നടക്കുന്നത്? ഗംഗാനദി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നദിയാണ്. ബന്ധുക്കളെ പൂജിക്കുന്നത് പോലെ പൂജിക്കുന്നതല്ല. എൻ്റെ ആത്മഭാരം വർദ്ധിക്കാൻ ഗംഗാനദി ഇടയാക്കി തീർക്കുന്നു. ഒരിക്കൽ ഞാൻ ഗംഗാനദി കാണാനായിട്ട് പോയി. ഗംഗാനദി തുടങ്ങിയത് എവിടുന്നാണ്? ആരംഭം പേനാതര. ആരെങ്കിലും കോളേജ് പഠിക്കുന്ന ആരാണ്ട് പറഞ്ഞു കറക്റ്റായിട്ട് ഉറക്കെ പറയാം? ഹിമാചലില്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഇവിടെ വരെ കിടക്കുക ഹിമാലയം. ഗംഗോത്രി. ഗംഗോത്രിയിലാണ് അവിടെ ഉണ്ടായത്. പിന്നെ പേനായിക്ക് വേണ്ടി കള്ളം പറയുക. എന്നാ പിടിച്ചോ. ഗംഗോത്രി. അതിനിപ്പുറത്തൊരു സ്ഥലമുണ്ട്, ഹരിദ്വാറിനും ഗംഗോത്രിക്കും ഇടയ്ക്ക്. ഗംഗോത്രി പോകുന്ന വലിയ പ്രയാസമാണ്. മഞ്ഞാണ്, വലിയ വലിയ പർവ്വതങ്ങൾ മഞ്ഞാണ്, അതിനിടയ്ക്കൂടെ ചാടി വരുന്നത്. ഞാൻ അവിടെ പോയി, ആദ്യമായിട്ട് പോയതാണ്. ഗംഗാനദി കണ്ടിട്ടുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, എങ്കിലും അടുക്ക് നിന്ന് എൻ്റെ ആത്മഭാരം വർദ്ധിക്കാനായിട്ട് പോയതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വളരെ വികാരഭരിതനായി. ഏകദേശം ഒരു 2000-3000 പേര് ഉണ്ട്. കുറച്ച് പേര് ആറ്റി നിൽക്കുന്നു, വെള്ളം കോരി ആകാശത്തോട്ടൊഴിക്കുന്നു, വെള്ളം കോരി കുടിക്കുന്നു. തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത്രയ്ക്ക് വൃത്തികെട്ടതാണ്. എന്നാലും ആളുകൾ കുടിക്കുന്നവരുടെ അന്ധവിശ്വാസം, ഭക്തി. അവർ വെള്ളം കുടിക്കുന്നു. ഞാൻ കണ്ടു ഒരു റിങ് ഓഫ് ഫയർ, ഒരു വളയം, തീയുടെ ഒരു വളയം വിറകിട്ടിരിക്കുകയാണ്, ചിരട്ടയും ഒക്കെ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ നടുക്കൊരു മനുഷ്യൻ ഇരിക്കുന്നു. അയാളുടെ ദേഹമൊക്കെ പുള്ളി അടന്നിട്ടുണ്ട്, പക്ഷെ അവിടുന്ന് മാറത്തില്ല. 1 മണിക്കൂർ ഇരിക്കും, പിന്നെ കുറച്ചു നേരം വിശ്രമിക്കും, പിന്നെ 1 മണിക്കൂർ ഇരിക്കും, പിന്നെ വിശ്രമിക്കും. ഞാൻ കണ്ടു ആളുകൾ ആണി പുറത്ത് കിടക്കുന്ന, ആണിയുടെ ശരശയ്യ എന്ന് പറയുന്നത് പോലെ ആണി കൊണ്ടുള്ള കിടക്ക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് കിടക്കുന്നു. അതും അങ്ങനെ 1 മണിക്കൂർ കിടക്കും, പിന്നെ ഒരു അരമണിക്കൂർ അവിടെ വിശ്രമിക്കും. ഒരാളിനെ ഞാൻ കണ്ടു, ഒരാളിനെ ഡോക്ടർ കെ പി യോനാൻ്റെ പുസ്തകത്തിനകത്ത് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എഴുതിയത്. ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, 13 വർഷമായിട്ട് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അത് താഴ്ത്തിയിട്ടില്ല, അത് മരവിച്ചു പോയി, ഇനിയും താഴത്തില്ല ഒരിക്കലും. ഡോക്ടർമാർ വിചാരിച്ചാലും താഴത്തില്ല. സർജറി ചെയ്ത് ചിലപ്പം ആയെന്ന് വരാം. അത് ഓർത്തോ ഡോക്ടർക്ക് കിട്ടണം. ഓർത്തോ എന്ന് പറഞ്ഞാൽ അറിയാം? ഓർത്തോ ഈ ഓർമ്മയുടെ ഡോക്ടറാണ് ഓർത്തോ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തോ, കണ്ടോ, കേട്ടോ, തൊട്ടോ, അത് സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. എനിക്ക് പഠിത്തം കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. 10ാം ക്ലാസ്സേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വളരെ കാര്യം, ഇവരൊക്കെ എന്തിനാണ് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവർ ചെന്ന് അവസാനിക്കുന്നത്? നരകത്തിലായിരിക്കുമല്ലോ കർത്താവ്. അന്നേരമാണ് ഞാനൊരു സായിപ്പും കുഞ്ഞിനെ കണ്ടു. ഒരു 10-25 വയസ്സ് കാണും, 10-28 വയസ്സ് കാണും. ഒരു സ്കർട്ടൊക്കെ വലിച്ചിരിക്കുകയാണ് ഇങ്ങനെ. അപ്പം ഞാൻ അടുക്ക ചെന്ന് ചോദിച്ചു, എവിടെ നിന്ന് വരുക? ജർമ്മനിയിൽ നിന്ന് വരുക. എന്താ പേര്? നെൽസൺ. ഞാൻ ഇതുവരെ പേര് മറന്നിട്ടില്ല, നെൽസൺ. ഞാൻ പറഞ്ഞു, യേശുവിനെ പറ്റി കേട്ടുള്ളൂ. മണ്ടിപ്പോരുത്, യേശുവിനെ പറ്റി. ഞാൻ കത്തോലിക്കൽ ഒരു പട്ടക്കാരനായിരുന്നു. അത് കള്ളത്തരമാണെന്ന് മനസ്സിലായിട്ട് ഞാൻ അതെല്ലാം കളഞ്ഞു വെച്ചപ്പോൾ യഥാർത്ഥ ദൈവത്തെ അന്വേഷിച്ച് വന്നതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കാര്യം പറയരുത്. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു കേട്ടോ. 120 ചാർമിനാർ പോയി. എങ്ങനെയാണ് വിട്ടത്? അന്നേരം ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഈ പുട്ടിഷ്ടമല്ലെങ്കിലും തേങ്ങാപ്പീരയുടെ ഇട്ട് കൊടുക്കാമെങ്കിൽ അങ്ങ് ഒന്നിക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില യേശുവിനെ പറ്റി പറയുന്നുണ്ട്. പറയാം, ഞാനിങ്ങനെ നിങ്ങളിത് പറയുന്നത് വിശ്വസിക്കത്തില്ല കേട്ടോ. 2000 ചില്ലുവാനും പേര് നിൽക്കുന്ന നദീതീരത്ത് അപ്പുറത്തെ ആളുകളെ കൂടെ നിൽക്കുകയാണ്. ആറ്റിനകത്ത് നിൽക്കുന്നു, ആറ്റിൻ്റെ നടുക്ക് നിൽക്കുന്നു, കരകവിഞ്ഞ് ഒഴുകുകയാണ്. നടുക്കല്ല, വെള്ളത്തിൽ ഇത്രയൊക്കെ നിൽക്കുന്ന പൂജ ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കുടുംബത്തെ കണ്ടു, നദിയോട് ചേർന്ന് നദിയുടെ വക്കത്ത് നിൽക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും. അവർക്ക് എന്തോ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു, സാധാരണക്കാരുണ്ടല്ല. ആ സ്ത്രീയുടെ തലമുടി കണ്ടപ്പോഴേ എനിക്കറിയാം, തലമുടിയിരിക്കും. വടക്കേന്ത്യക്കാരെല്ലാവരും ഗ്രാമത്തിലുള്ളവർ തലമുടിയേ നടക്കത്തുള്ളൂ. അവർ തല മൂടിയിട്ടുണ്ട്. തലമുടി കിടക്കുന്ന പാറിപ്പറക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ദരിദ്രരാണ്. ആ സ്ത്രീ കൊച്ചിന് പാല് കൊടുക്കുകയാണ്, മുലയൂട്ടുകയാണ്. ഞാൻ ശുദ്ധ മലയാളം പറയാൻ പോവാണ്. മുലയൂട്ടുകയാണ്, അഭിനയിക്കുന്നു. ഞാൻ ഇച്ചിരി അഭിനയിക്കട്ടോ. ഉടുപ്പൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കൊച്ചിനെ പിടിച്ചോണ്ട് ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം അവരെന്തുവാ പറയുന്നത്. മോനെ കുടിക്കടാ. അമ്മമാർക്ക് അറിയത്തില്ലയോ? ഇച്ചിരി കുടിക്കടാ, എടാ ഇച്ചിരി കുടിക്കടാ, ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഞാനത് ഭാവന കാണുകയാണ്. കാരണം എൻ്റെ അമ്മച്ചി അങ്ങനെ മുല കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ കേട്ടോ. കൊടുക്കുന്നത് ആ ഭർത്താവ് കൊച്ചിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ്. സംതിങ് വാസ് ഡിഫറെൻറ്റ് വിത്ത് ദം.
അവരിലെന്തോ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യനൊക്കെ സംസാരിക്കുമ്പോൾ അവരെ നോക്കുകയാണ്. പെട്ടെന്ന് ആ മനുഷ്യൻ ആ കൊച്ചിനെ ഭാര്യയുടെ നെഞ്ചത്ത് നിന്ന് വലിച്ചെടുത്തിട്ട് 2 കവളിലും മാറി മാറി ഉമ്മ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഭാര്യയുടെ കൂടെ നീട്ടിക്കൊടുത്തു. ഭാര്യ നീട്ടിയൊരു ഉമ്മ കൊടുത്തു. എനിക്ക് കാണത്തില്ല, അവരങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു അവൾ നീട്ടി ഒരു ഉമ്മ കൊടുത്താണ്. ആ അപ്പൻ കൊച്ചിനെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് ഒരാൾ ഞാൻ കണ്ടു. 6-7 മാസം പ്രായമുള്ള ഒരു കൊച്ചിന്റെ ശരീരം ആകാശത്തൂടെ ഒരു വില്ലിന്റെ രൂപത്തിൽ പോയി അപ്രത്യക്ഷമായി. എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ 4-5 അനാഥശാല നടത്തുന്നത്. രൂപ കിട്ടാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ ഓടി, വേറെ ചിലർ ഓടി വന്നു. അങ്ങനെ വന്നവരൊക്കെ അങ്ങ് പോയി, കാരണം അതവിടെ ഒരു സാധാരണ പതിവാണ്. ഞാൻ അടുക്കൽ ചെന്ന് നിന്നിട്ട് ആ മനുഷ്യൻ്റെ ഒക്കെ ചോദിച്ചു. സൈഡിലോട്ട് മാറി നിന്നു, നേരെ മുമ്പിലല്ല. ആ സ്ത്രീ അവിടെ ഇരിക്കുകയാണ്, തലമുടി വലിച്ചു പറിക്കുകയാണ്, കരയുകയാണ്. ഞാൻ ആ മനുഷ്യൻ്റെ ഒക്കെ ചോദിച്ചു, സാബ് ആപ്നെ ക്യോं ऐसा किया है? നിങ്ങളെന്താ ഇങ്ങനെ ചെയ്തത്? അത് മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, അതൊരു പെൺകുഞ്ഞായിരുന്നു. അയാൾ പറഞ്ഞല്ല, ആൺകുഞ്ഞായിരുന്നു. അതിന് അംഗഭംഗം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, അത് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ദരിദ്രനാണ്, ഒരു കുഞ്ഞിനെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കത്തില്ലേ? അയാൾ പറഞ്ഞു, ഞാൻ ദരിദ്രനാണ്, പക്ഷേ ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു രാജകുമാരനെ പോലെ വളർത്തുമായിരുന്നു. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനു നിങ്ങൾ ആ കുഞ്ഞിനെ ആറ്റിലാറ്റിക്ക് എറിഞ്ഞു? പോയി കുഞ്ഞ്, നീ കിട്ടത്തില്ല, പോയി. ഞാൻ ചോദിച്ചു, എന്തിനാ കുഞ്ഞിനെ എറിഞ്ഞു? പറഞ്ഞു, 2 ആഴ്ചയ്ക്ക് മുമ്പാ ഞങ്ങളുടെ ഗംഗാദേവി എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിന് മോക്ഷം കിട്ടണമെങ്കിൽ നിന്റെ കുഞ്ഞിനെ എനിക്ക് തരിക. എൻ്റെ കാലുകൾക്ക് ചിറകുണ്ടായ ഒരു സംഭവമായിരുന്നു. 2ാമത്തെ കഥ, ഞാനും ലില്ലിയും കൂടെ മക്കളും കൂടെ ഒറീസായി പോയി 2 മാസം താമസിച്ചു. 50 രൂപയ്ക്ക് ഒരു വീട് വെച്ചു. വൈക്കോല് മാത്രം, വേറെ ഒന്നുമില്ല, കഥകില്ല, ജനലില്ല, തറയില്ല, യാതൊന്നുമില്ല, വൈക്കോല് മാത്രം ഇട്ടു. അതിനകത്ത് താമസിച്ചു. ലില്ലിക്ക് വലിയ ഇഷ്ടമായിരുന്നു, എനിക്കും വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞങ്ങൾക്ക് പാത്രം കഴുകണ്ട, എടുത്ത് വെച്ചാൽ മതി, രാത്രി പട്ടി വന്ന് നോക്കി ക്ലീൻ ആക്കിക്കോളും. ഭയങ്കര കൊതുക്. ആറ്റിൽ വെള്ളം കുടിക്കണം, മേളിൽ ആളുകളെയും പന്നാലിയൊക്കെ കുളിപ്പിക്കുക, ആ വെള്ളത്തിനെ കൊണ്ടുപോയിട്ടാണ് തിളപ്പിച്ച് കുടിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ അറിഞ്ഞു, ഇവിടെ ഒരു ആഴ്ച ചന്തയുണ്ട്. എനിക്ക് ചന്ത വലിയ ഇഷ്ടമാണ്. അവിടെ പഠിത്തമില്ലാത്തവരാണ്, ആരെങ്കിലും ഒരാൾ കാണാതിരിക്കത്തില്ല. അപ്പം എനിക്കൊരു പുസ്തകം കൊടുക്കാം, ഞാൻ ഇനി പോരുന്നു കഴിഞ്ഞാലും പുസ്തകം കിട്ടുമല്ലോ. ഞാൻ ലില്ലിയെ വിളിച്ച് പറഞ്ഞു, ലില്ലി ഇവിടെ നോക്കിയോ, എത്ര പേരുണ്ട്? പറഞ്ഞു, 1000 പേര് കാണും. ഞാൻ ചോദിച്ചതിനകത്ത് എത്ര പേര് സ്ത്രീകളാണ്, എത്ര പേര് പുരുഷന്മാരാണ്? ലില്ലി പറഞ്ഞു, ഒരു 750 സ്ത്രീകളും 250 പുരുഷന്മാരും ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇനി ലില്ലി ഒന്നുകൂടെ കറങ്ങി നോക്കിയാട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ലില്ലി ഇതിനകത്ത് എത്ര സ്ത്രീകൾക്ക് എന്തെങ്കിലും മേളിലോട്ടുണ്ട്? ലില്ലി ഒന്നുകൂടെ കറങ്ങി നോക്കിയിട്ട് പറഞ്ഞു, 3 സ്ത്രീകൾക്ക് എന്തെങ്കിലും മേളിലോട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു 3 അടി വീതിയുള്ള ലുങ്കി ഉടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റ വിട്ടിട്ടുണ്ട്. കാണേണ്ടതും കാണാൻ വയ്യാത്തതും എല്ലാം എല്ലാവർക്കും കാണാം, അവർക്കതൊരു പ്രശ്നമല്ല. എനിക്കൊരു ഫോട്ടോ വേണമായിരുന്നു എൻ്റെ മാസികയ്ക്കകത്തിടാനായിട്ട്. ഒരു മാസികയുണ്ട്, ഇന്ത്യൻ മെസ്സഞ്ചർ. അന്ന് എനിക്കൊരാൾ ഒരു മിനോൾട്ട ക്യാമറ തന്നു, ഒരു ഗൾഫിൽ നിന്നൊരാൾ. ഞാൻ നോക്കി, ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു, ഒരു 28-30 വയസ്സ് കാണും. ഞാൻ അടുക്ക ചെന്നു, അവൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് നല്ല ഫോട്ടോ ആയിരിക്കും. അവൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ മുമ്പിലോട്ട് ചെന്നു, എൻ്റെ ക്യാമറയ്ക്കകത്തെല്ലാം കൂടെ കണ്ടു, സ്ക്രീനിനകത്തൂടെ. ഞാൻ തിരിച്ചു വന്നപ്പോൾ ലില്ലി പറഞ്ഞു, നല്ലൊരു ഫോട്ടോ കിട്ടി. ഞാൻ പറഞ്ഞു, കൊച്ചെ ഞാൻ ക്ലിക്ക് ചെയ്തില്ല. അതെന്താ ക്ലിക്ക് ചെയ്യാഞ്ഞേ? ഞാൻ പറഞ്ഞു, കൊച്ചെ ആ സ്ത്രീയെ നോക്കിക്കേ, അവൾക്ക് 10-28 വയസ്സുണ്ട്. അവിടെ കല്യാണം നടന്നിട്ടില്ല. കല്യാണത്തിന് അവരുടെ ഒരു മിന്നുണ്ട്, മൂക്കുത്തിയാണ്. കല്യാണം നടന്നിട്ടില്ല. ഇച്ചിരി തുറന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു, കൊച്ചെ അവരുടെ മാറിടം നോക്കിയാട്ടെ. പല പുരുഷന്മാരും അവളെ ഉപയോഗിച്ചതാണ്. ഞാൻ പറഞ്ഞു, ലില്ലി ചിലപ്പോൾ അവിടെ ആങ്ങളെ കരഞ്ഞപ്പം, 7-8 വയസ്സുള്ള കൊച്ചൻ കരഞ്ഞപ്പോൾ അവൾ ആർക്കെങ്കിലും വശംവതയായതായിരിക്കാം 1 രൂപയ്ക്ക്. അവിടെ അമ്മ രോഗിയായപ്പോൾ ആർക്കെങ്കിലും വശംവതയായതാകാം 2 രൂപയ്ക്ക്. അന്ന് ഒരാളിൻ്റെ ഒരു ദിവസത്തെ കൂലി 2 രൂപയാണ് അവിടെ ഒറീസായി. ദൈവം എൻ്റെ ഒക്കെ ചോദിച്ചു, നിനക്ക് അവരെ പറ്റി ഭാരമുണ്ടോ? ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഭാരമുണ്ട്. പറഞ്ഞു, ഇവിടെ ഒരു സഭ തുടങ്ങി. ഞാൻ പറഞ്ഞു, അവർക്ക് സഭയല്ല ആവശ്യം, ബ്ലൗസാണ് ആവശ്യം. അവർക്ക് സഭയല്ല ആവശ്യം, ഒരു നേരത്തെ ആഹാരമാണ് ആവശ്യം. അവർക്ക് സഭയല്ല ആവശ്യം, ഒരു നല്ല വീടാണ് ആവശ്യം. കർത്താവ് പറഞ്ഞു, നോ, അല്ല, നീ ഇവിടെ സഭ തുടങ്ങുക. ഞാൻ ജേസൺ ഖുറ എന്ന് പറഞ്ഞ ഒരാളിനെ തയ്യാറാക്കി അവിടെ വിട്ടു. ഞാൻ തിരിച്ചങ്ങ് പത്താങ്കോട്ട് പോയി. ഞാൻ പഞ്ചാബിലാണ് താമസിക്കുന്നത്. എനിക്കൊരു എഴുത്ത് വന്നു അവിടുത്തെ ജേസൺ ഖുറയുടെ. ഇവിടെ ഭയങ്കര താല്പര്യം ആളുകൾക്ക്, ഒന്ന് ഓടി വരാമോ? അങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ ഞാൻ ഓടിച്ചെല്ലുന്ന മനുഷ്യനാണ്. ഇന്ന് ഓടിച്ചെല്ലും ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നു. ഞാൻ അവിടെ ചെന്നു. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ പോയത് നടന്ന്, 2ാമത്തെ പ്രാവശ്യം ഞാൻ പോയതൊരു സൈക്കിളേൽ. ദൈവം എനിക്കും അഭിവൃദ്ധി തന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞു. ഞാൻ 3 ദിവസം പ്രസംഗിച്ചു. 3-ാമത്തെ ദിവസം 35-ലധികം പേര് സ്നാനപ്പെട്ടു. അവരെ ജേഷൻ കൂടെ സ്നാനപ്പെടുത്തുമ്പോൾ ഞാൻ കരയിൽ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുകയാണ്. എന്താ കാര്യം? ഞാൻ ഡാൻസ് ചെയ്യുന്നത്, ഞാൻ ഒറീസയിലെ ആദിവാസിയാണ് കേട്ടോ. ഞങ്ങൾ ഡാൻസ് ചെയ്യുക. എന്താ കാര്യമെന്നറിയാം? ഹല്ലേലൂയ. ഇവിടെ കഷ്ടപ്പെടുകയാണെങ്കിലും, ഇവിടെ ഒരു കൊച്ചു നരകത്തിലാണെങ്കിലും ഞാൻ അവരെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണ്. ഞാൻ നൃത്തം ചെയ്തു. ഞാൻ തിരിച്ചു നിർമ്മിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സഭയിൽ 600 പേരായി. സഭ കെട്ടിടമില്ല, മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. മേളി പുല്ല് മേഞ്ഞിരിക്കുകയാണ്. ഒന്നാന്തരം ആരാധന, ഒരൊറ്റപ്പാട്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഒരൊറ്റപ്പാട്ട് 3/4 മണിക്കൂർ. അതുപോലത്തെ ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇതുപോലത്തെ ഇൻസ്ട്രുമെൻ്റ് ഒന്നുമില്ല. ഇതുപോലെ അവരുടെ നല്ല ഒന്നാന്തരം ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു. ചട്ടിയും കലവും. അവർ സ്പൂൺ വെച്ച് അടിക്കുകയാണ്. അലുമിനിയ കലത്തെ തൊട്ടക്കട്ട. എന്താ ശയമേ ദൈവത്തിന് ശേഖം, എത്ര മനോഹരം. ഞാൻ കണ്ടു 2 പേര് വയറ്റത്ത് അടിച്ചുകൊണ്ട് കരയുന്നു. 2 പിള്ളേരെ ഞാൻ കണ്ട് കല്ലെടുത്ത് വെച്ച് അടിക്കുന്നത്. സ്വർഗം ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിച്ചു, യഹോവ എൻ്റെ ഇടയനാകുന്നു, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. 5 സന്ദേശം ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചു. അതാണ് അവർ പാടിയത്. ഞാൻ ഇരുന്ന് ഒരു കസേരയുള്ളൂ, ബാക്കി എല്ലാവരും താഴെ ഇരിക്കുകയാണ്. അവിടുത്തെ എൽഡർ സെക്രട്ടറി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, വലിയ പാസ്റ്ററെ, എന്നെ അങ്ങനെ അവരൊക്കെ വിളിക്കുന്നത്. നിങ്ങളാരും എന്നെ പാസ്റ്ററെ എന്ന് വിളിക്കരുത്. ഞാൻ പാസ്റ്ററല്ല, ഞാനൊരു ഉപദേശിയാണ്. നിങ്ങൾ ഉപദേശി എന്ന് വിളിച്ചോ, അങ്കിളെന്ന് വിളിച്ചോ, എടാന്ന് വിളിച്ചോ, മോനെ എന്ന് വിളിച്ചോ, അപ്പച്ചാന്ന് വിളിക്കരുത്, പാസ്റ്ററെ എന്നും വിളിക്കരുത് കേട്ടോ. 49 വയസ്സ് കഴിയുമ്പോഴാണോ അപ്പച്ചാന്ന് വിളിക്കുന്നത്? എനിക്ക് 49 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞിട്ടൊരു 33 വർഷം കൂടെ ആയി. അത് നിങ്ങൾ കണക്കാക്കണ്ട. 49 കൂട്ടിയാൽ മതി. 50 ആവത്തില്ല, ഒരിക്കലും 50 ആവത്തില്ല. അത് പറഞ്ഞു, വലിയ പാസ്റ്റർ പണ്ട് ഇവിടെ വന്നു, വീണ്ടും വന്നതിന് നന്ദി. അന്ന് വന്നപ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടത്. അന്ന് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഒരാൾക്ക് മാത്രമേ പൈജാമയുള്ളൂ. ബാക്കി എല്ലാവരും കൗവീനം ഉടുത്തുകൊണ്ടാണ് ചന്തയിൽ പോകുന്നതും കടയിൽ പോകുന്നതുമെല്ലാം. ഒരു സ്ത്രീക്ക് മാത്രമേ ബ്ലൗസ് ഉള്ളൂ. അത് അവിടുത്തെ കച്ചവടക്കാരാണ് കേട്ടോ. ബാക്കിയുള്ള സ്ത്രീകൾ ഈ പറഞ്ഞതുപോലെ മേളിലൊന്നുമില്ലാതെ നടക്കുന്നത്. പക്ഷെ ഇന്ന് നോക്കിയാട്ടെ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ സഭയിൽ 600 പേരുണ്ട്. 600-നകത്തെ പുരുഷന്മാർക്ക് എല്ലാവർക്കും പൈജാമയുണ്ട്. അയാൾ പറഞ്ഞു, എനിക്ക് 5 പൈജാമയുണ്ട്. അപ്പോൾ നോക്കിയാട്ടെ, ഒരൊറ്റ മനുഷ്യരുമില്ല, ഷർട്ടില്ലാത്ത ഒരു പുരുഷന്മാരുമില്ല, ബ്ലൗസ് ഇല്ലാത്ത ഒരു സ്ത്രീകളുമില്ല. അയാൾ പറഞ്ഞു, 5 വർഷം മുമ്പേ വരുമ്പോൾ ഞങ്ങളുടെ മക്കൾക്കാർക്കും അണ്ടർവെയർ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് നോക്കിയാട്ടെ എല്ലാവർക്കും അണ്ടർവെയർ ഉണ്ട്. ഇപ്പം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. പറഞ്ഞു, 5 വർഷം മുമ്പ് ഞങ്ങൾ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടായിരിക്കും കിടക്കിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും 3 നേരവും ആഹാരം കർത്താവ് തന്നിരിക്കുന്നു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, 5 വർഷം മുമ്പ് ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ കുഞ്ഞിനെ ഞങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് ബലിയർപ്പിക്കുമായിരുന്നു. എന്നാൽ ആദ്യത്തെ സ്നാനശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇവിടെ ഒരൊറ്റ ബലി നടന്നിട്ടില്ല, നരബലി നടന്നിട്ടില്ല. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഇതാ ഗംഗാ നദികൾ. നിങ്ങളിപ്പോഴും അവിടെ പോയി നിൽക്കണം കേട്ടോ. ഹരിദ്വാറിൽ പോയി നിൽക്കണം. അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ കാണാം, ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ശരീരം വരുന്നത്. അത് ശവശരീരമായിരുന്നില്ല, ജീവനുള്ള കുഞ്ഞിനെ ഏതോ അപ്പനോ അമ്മയോ എടുത്തെറിഞ്ഞതാണ്. എൻ്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹം തോന്നി, എവിടെങ്കിലുമൊക്കെ ഓടി നടന്നിട്ട് എല്ലാ ഗ്രാമത്തിലും ഒരു സഭ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമുക്ക് പല അന്ധകാര വിശ്വാസങ്ങളും തട്ടുടയ്ക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. വ്യത്യാസം ഉണ്ടാക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. എൻ്റെ കാലുകൾക്ക് ചിറക് തന്ന 2 സംഭവങ്ങൾ ഹല്ലേലൂയ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ആളുകളുടെ ചോദിക്കും, വർഗീസ് എന്തിനാ ദൈവവിളി കേട്ടിട്ടാണോ സുവിശേഷ വേലയ്ക്ക് പോയത്? ഇല്ല, ഞാൻ ഇന്ന് വരെ ദൈവവിളി കേട്ടിട്ടില്ല. എന്നെ ഒരിക്കലും വിളിച്ചിട്ട് ദൈവം വർഗീസേ എൻ്റെ ജോലി രാജിവെച്ചിട്ട് ഞാൻ പറയുന്നിടത്തോളം അങ്ങനെ ഒന്ന് പറഞ്ഞാൽ കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ എന്താ കാര്യം? ഞാൻ പട്ടാളത്തിലായിരുന്നു, രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് കൃപ തോന്നി എന്നെ രക്ഷിച്ചു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ലില്ലിയും കൊണ്ടെങ്കിലും നടക്കാൻ പോകത്തില്ല. കാരണം കാണാൻ കൊള്ളാത്ത കൊച്ചിനെ കൊണ്ട് ആരാ പോകുന്നേ? അതുകൊണ്ട് പിന്നെ ആളുകൾ കാണുന്നവരെന്നെ കളിയാക്കത്തില്ലയോ? ഇത്രയുള്ള ലില്ലി ഇവിടെ ഇല്ലാത്തത് ഉണ്ടോ? ഇല്ല, ഉടങ്ങില്ല. ലില്ലി ഇല്ലാത്തതുകൊണ്ടുള്ള സത്യം പറയാം കേട്ടോ. വലിച്ചു നീട്ടിയാൽ 5 അടി ഉയരേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കുന്നത് മിസ് കുമാരി, അന്നത്തെ സിനിമാ താരമാണ് കേട്ടോ, ഇപ്പോൾ വേറെ ആരാണ്ടൊക്കെയാണ്. മിസ് കുമാരിയെ പോലുള്ള ഒരു പെണ്ണായിരിക്കണം, തലമുടിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം, പിന്നെ നടക്കുമ്പം റോഡിൽ കൂടെ പോകുമ്പോൾ ആളുകളൊക്കെ നോക്കണം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഭാവനയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ എൻ്റെ പപ്പായും അമ്മച്ചും കൂടെ കണ്ടുപിടിച്ചു തന്നത് കാണാൻ കൊള്ളാത്ത ഒരു പെണ്ണിനെ, തലമുടിയൊക്കെ പാറിപ്പറി നടക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണ് പറഞ്ഞ് സൺലൈറ്റ് സോപ്പിട്ട് കഴിയതാണ്. കാരണം ഞാൻ ചെല്ലുമ്പം പട്ടാളക്കാരന് ഇഷ്ടപ്പെടാതെ അങ്ങ് പോയാൽ വല്ല അധ്യാപകനും കെട്ടിക്കൊണ്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് വീട്ടിൽ ചെന്നു. കതകിന് കൊട്ടി. ലില്ലി വന്ന് കതക് തുറന്നു.
ഞാനിങ്ങനെ ലില്ലിയെ നോക്കി ഇങ്ങനെ മുറ്റത്ത് നിൽക്കുക. എൻ്റെ ഒക്കെ ചോദിച്ചാൽ എന്താ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ? ഞാൻ പറഞ്ഞു, എടോ താൻ സുന്ദരിയാണല്ലോ. ലില്ലി വിചാരിച്ചാണ് ഞാൻ കള്ളു കുടിച്ചാന്ന്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് ഞാൻ ചെങ്ങന്നൂരുകാരനല്ല. ഭാര്യ എടുക്കലൊക്കെ നീ സുന്ദരിയാന്നൊക്കെ കയറി പറയാൻ ഇല്ലയോ? ചെങ്ങന്നൂരുകാർ പറയും ഇല്ലയോ? നിങ്ങളുടെ ഭർത്താക്കന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലയോ? ഇല്ലയോ? എന്നാൽ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയണം കേട്ടോ. അപ്പം ഞങ്ങളുടെ ജീവിതം അപ്പാടം മാറി. ലില്ലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം എൻ്റെ ഹൃദയത്തിനൊരു സർജറി ചെയ്തു, എൻ്റെ കണ്ണിനും ഒരു സർജറി ചെയ്തു. അപ്പോൾ അടുത്ത ദിവസം തൊട്ട് ഞാൻ ലില്ലിയെ കൊണ്ടാണ് നടക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് കഴിയുമ്പം പർവ്വത്തിൽ കൂടെ ഇതിലെ കൂടെ, കാശ്മീർ മുഴുവൻ പർവ്വതമാണ്. ഇതിലേ കൂടെ പോയി ഇതിലേ കൂടെ വരും, ഇതിലേ കൂടെ പോയി ഇതിലേ നടക്കാം. ഒക്ടോബർ 1-ാം തീയതി ആയിരുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ക്രിസ്മസിൻ്റെ 2-3 ദിവസത്തിന് മുമ്പ് ഇതുപോലത്തെ ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ നടക്കാൻ പോയി. നല്ല തണുപ്പാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ലില്ലി പക്കോടായോ കപ്പലണ്ടി വറുത്തോ ഇച്ചിരെടുക്കും. ഞങ്ങളൊരു പാറയിലിരിക്കും, ഇത് തിന്നും. എന്നിട്ട് 2 പാട്ട് പാടും. എനിക്ക് പാട്ടുകൾ ഇംഗ്ലീഷിൽ അറിയത്തില്ല, ലില്ലി കുറച്ചൊക്കെ അറിയാം. ഒരു പാട്ട് പുസ്തകം കിട്ടി ഞങ്ങളുടെ. അതിനകത്ത് നോക്കി 2 പാട്ട് പാടും. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞങ്ങൾ പാട്ട് പാടി, ദ റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് ഫോർ മീ. മലയാളത്തിലും കണ്ടുണ്ട്, അത് പിളർന്നൊരു പാറയെ. അപ്പം എനിക്കത് മനസ്സിലായില്ല. യാക്കോക്കാരൻ എന്തോ ക്ലെഫ്റ്റ് ഫോർ മീ, റോക്ക് ഏത് പാറയാ പൊട്ടിച്ചത്, ആരാ പൊട്ടിച്ചത്? അപ്പം ലില്ലി അത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ വികാരഭരിതനായി. ഞാൻ ചെറിയതായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ലില്ലിയുടെ പതിവ് പോലെ നീണ്ട ഒരു പ്രാർത്ഥന തുടങ്ങി. ഞാൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് ആരാധിക്കുകയായിരുന്നു. ഞാൻ കണ്ടു ഒരു തീനാളം, 2ാമതൊരു തീനാളം, 3ാമതൊരു തീനാളം, 4ാമതൊരു പെട്ടെന്നൊരു 50, 60, 70 തീനാളം ആകാശത്ത് കണ്ടു ഞാൻ. അവിടെയൊക്കെ ആളുകളുണ്ട്, നിങ്ങൾക്ക് കാണത്തില്ല. പർവ്വതങ്ങളിലൊക്കെ ആളുകളുണ്ട്, കാണാനൊക്കത്തില്ല. എന്നാൽ രാത്രിയിൽ മഴയില്ലെങ്കിൽ അവർ മുറ്റത്ത് ആഹാരം ഉണ്ടാക്കുന്ന, വീട്ടിനകത്ത് ഉണ്ടാക്കാനൊക്കത്തില്ല, കാരണം വിറകിൻ്റെ പുക. അത് കാരണം മുറ്റത്ത്. അപ്പം ഞാൻ കണ്ടത് ഈ വൈകുന്നേരം ആഹാരം ഉണ്ടാക്കുന്ന തീനാളങ്ങളാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരു ചോദ്യമുണ്ടായി. ഞാൻ പറഞ്ഞു, ലില്ലി തൻ്റെ പ്രാർത്ഥന നിർത്തിക്കേ, അവിടുത്തെ തീനാളങ്ങൾ കണ്ടോ? ലില്ലി പറഞ്ഞു, നമ്മളെല്ലാ ആഴ്ചയും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും കാണുന്നു. ഞാൻ പറഞ്ഞു, അതല്ല ഞാൻ പറഞ്ഞത്. ലില്ലി, നമ്മൾ അടുത്ത ആഴ്ച ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. പക്ഷേ അവിടെ താമസിക്കുന്ന ആ മനുഷ്യരാരും ക്രിസ്തുമസ് എന്നൊരു വാക്ക് കേട്ടിട്ടില്ല. ലില്ലി പറഞ്ഞു, അവരെങ്ങനെ കേൾക്കും? ആരാണ് ഈ 1ാമത്തെ പർവ്വതം, 2ാമത്തെ പർവ്വതം, 3ാമത്തെ പർവ്വതം കയറി ഇറങ്ങി പോകുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ പോകട്ടെ. ലില്ലി പറഞ്ഞു, വേണ്ട, അച്ഛനെ ആരെങ്കിലും തല്ലിക്കൊല്ലും. ലില്ലി അന്ന് ഗർഭിണിയാണ്, ഈ കുഞ്ഞിന് അപ്പനില്ലാതായിരിക്കും, അച്ഛൻ പോകണ്ട. ഞാൻ പറഞ്ഞു, ലില്ലി, അവരൊരിക്കലെങ്കിലും ക്രിസ്മസ് എന്നൊരു വാക്ക് കേൾക്കണ്ടായോ? ഒരിക്കലെങ്കിലും കേൾക്കണ്ടായോ? ലില്ലി, ഒരിക്കലെങ്കിലും കേൾക്കണ്ട. ഞാൻ 3-4 പ്രാവശ്യം എടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലേ യേശുവിനെ പറ്റി കേട്ടുള്ളൂ. പക്ഷേ അന്ന് ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ ജീവിതം അപ്പാട് മാറി. ചിലപ്പോൾ എനിക്കൊരു ഗ്രാമത്തിൽ പോയി യേശുവിനെ പറ്റി പറയുവാൻ കഴിയും. ആരെങ്കിലും ഒരാൾ രക്ഷിക്കപ്പെടും, അയാൾ അടുത്ത ഗ്രാമത്തിൽ പോകും. ലില്ലി, നമുക്ക് ഇന്ത്യ മുഴുവൻ സഭകൾ സ്ഥാപിക്കുവാൻ സാധിക്കും, ഞാൻ പോകട്ടെ. ഞാൻ ലില്ലിയുടെ കൈ പിടിച്ചിങ്ങനെ ഞെക്കിക്കൊണ്ട് ചോദിച്ചു, ലില്ലി ലെറ്റ് മീ ഗോ. ഞാൻ ഹിന്ദിയിലാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പോകട്ടെ, മുझे जाने दो ലില്ലി, മുझे जाने दो ലില്ലി, ഞാൻ പോകട്ടെ. ലില്ലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സില്ല, പക്ഷെ അവൻ എന്നെ നിർബന്ധിക്കുന്നതിനാൽ അച്ചായൻ പോകാമെങ്കിൽ ഞാൻ കൂടെ വരാം. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, ഇന്ത്യയിൽ 6 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. അതിനകത്ത് 50,000 ഗ്രാമത്തിലെ ഒരു ക്രിസ്ത്യാനിയുള്ളൂ. 5.5 ലക്ഷം ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യാനിയില്ല. എന്തുകൊണ്ടാണ്? ക്രിസ്തു വിശ്വാസിയില്ല. എന്താണ് കാരണം? ആരും പോയില്ല. നമ്മൾ നമ്മുടെ മക്കളെ അയച്ചു, അമേരിക്കയിൽ അയച്ചു, ഇംഗ്ലണ്ടിൽ അയച്ചു, ജർമ്മനിയിൽ അയച്ചു, ഗൾഫിൽ അയച്ചു. അയ്യോ, നേഴ്സിംഗ് പഠിക്കാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോകാൻ നേരം യാക്കോബായ ഒരു അച്ഛൻ വന്നിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞു, അടുത്ത കമ്പാർട്ട്മെൻറ്റിനകത്ത് 6 പെൺപിള്ളേരുണ്ട്, ചാണ്ടിഗറിന് പോവുക, ഡൽഹി ചെല്ലുമ്പോൾ അവരെ ഒന്ന് ട്രെയിൻ കയറ്റി വിട്ടേക്കണമേ. കൂടെ അപ്പനില്ല, അമ്മയില്ല, സ്വന്തം പെമ്മക്കളെ പറഞ്ഞയക്കുന്നു ചാണ്ടിഗർ. പക്ഷെ സുശേഷ വിലയ്ക്ക് പോകും. എൻ്റെ പൊന്നു മോളെ, നീ പോകല്ലേ അടി, നേഴ്സാണോ? പോയിക്കോ. അയ്യോ, ഒത്തിരി വേക്കൻസി ഉണ്ട് കേട്ടോ, പോകണം. ജർമ്മനിയിലാണ്, ഒറ്റയ്ക്ക് ഇവിടെ നിങ്ങൾ പ്ലെയിൻ കയറ്റി വിട്ടോളാം. അവിടെ ചെന്നിട്ടോ. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, ഈ പത്രോസും യോഹന്നാനും കാണിച്ചതുപോലാണ് നമ്മളും കാണിക്കുന്നത്. നമ്മൾ പോകുന്നില്ല, നമ്മുടെ മക്കളെ അയക്കുന്നില്ല. നമ്മൾ പോയിരുന്നെങ്കിൽ, 100 വർഷത്തിന് മുമ്പ് നമ്മൾ പോയിരുന്നെങ്കിൽ, 280 വർഷത്തിന് മുമ്പ് പോയിരുന്നെങ്കിൽ, മർത്തോമാ സഭ ഇവിടെ ഉണ്ടായ കാലത്ത് പോയിരുന്നെങ്കിൽ, IPC ഉണ്ടായ കാലത്ത് പോയിരുന്നെങ്കിൽ, അസംബ്ലീസൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പോയിരുന്നെങ്കിൽ നമുക്ക് ഇന്ത്യ മുഴുവൻ നേടുവാൻ കഴിയുമായിരുന്നു. പക്ഷേ നമ്മൾ പോയില്ല, നമ്മുടെ മക്കളെ അയച്ചില്ല. പത്രോസും യോഹന്നാനും കാണിച്ച അബദ്ധം ഹല്ലേലൂയ നമ്മൾ കാണിക്കരുത്.
കർത്താവ് നിന്റെ കണ്ണുനീർ തുടച്ചെങ്കിൽ കരയുന്നവരോട് ചെന്നിട്ട് യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മൾ കടക്കാരാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ സന്ദേശം 15-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീ നീ കരയുന്നു എന്താ, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മൂന്ന് ദിവസം നരകത്തിൽ പോയിരുന്നു. ഭൂമിയിൽ വന്നു. ശിഷ്യന്മാർ വന്ന് കണ്ടു. അവരങ്ങ് പോയി. മറിയ വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മറ്റാരും ചെയ്യാത്തത് അവൾ ചെയ്യുകയാണ്. വീണ്ടും ഒരു കല്ലറയൊക്കെ നിൽക്കത്തില്ല. നേരത്തെ 2-3 സ്ത്രീകളുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ ഒറ്റയ്ക്കാണ്. മറ്റൊരു വീട്ടിൽ പോയി കാണും. പട്ടാളക്കാർ നിൽക്കുന്നതിന് ഇടയ്ക്ക് അവർ ബോധം കെട്ടി കിടക്കുക. അതിനിടയ്ക്ക് ഒരു സ്ത്രീയും നിൽക്കത്തില്ല. സ്നേഹം നിന്നെ നിർബന്ധിക്കും, ആരാധിക്കാൻ നിർബന്ധിക്കും, പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കും, വചനം പഠിക്കാൻ നിർബന്ധിക്കും, പാവപ്പെട്ടവരെ സഹായിക്കാൻ നിർബന്ധിക്കും, ദശാംശം കൊടുക്കാൻ നിർബന്ധിക്കും, മറ്റാരും ചെയ്യാത്തത് ചെയ്യുവാൻ നിർബന്ധിക്കും. അവിടെ നിന്നു. യേശു ക്രിസ്തു ചെന്ന് സംസാരിച്ചു. സ്ത്രീ നീ കരയുന്നു എന്ത് എന്ന്, ആരെ തിരയുന്നു ചോദിച്ചു. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ആദ്യം പറഞ്ഞ വാചകം എന്താണ്? ഞാൻ ചില കത്തോലിക്കരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ, കത്തോലിക്കരുടെ കുറ്റമൊന്നും പറയുകയല്ല, ഉള്ള കാര്യം പറയുകയാണ്. അവിടെയൊക്കെ ചിലയിടത്തൊക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇപ്പോഴധികം കാണാറില്ല, പണ്ടോ കാണുമായിരുന്നു. ശവക്കല്ലറയിൽ നിന്ന് യേശു ക്രിസ്തു ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു. ഒരു വെളുത്ത കൊടിയും പിടിച്ചോണ്ടാണ് വരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ വെളുത്ത പിടിയും വേണ്ട. എന്നിട്ട് താഴെ എഴുതിയുണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നും പറഞ്ഞുകൊണ്ടാണ് യേശു വന്നേ. യേശുവിൻ്റെ കയ്യിൽ ആരും കൊടിയൊന്നും കൊടുത്തില്ല. യേശു ക്രിസ്തു ആദ്യം പറഞ്ഞ വാചകം ഹല്ലേലൂയ എന്നായിരുന്നില്ല. സ്ത്രീയെ നീ കരയുന്നതെന്ന്. അവളെ നോക്കിയിട്ട് വേറെ പലതും പറയേണ്ടതാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയേണ്ടതാണ്, ഷാലോം പറയേണ്ടതായിരുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അവിടെ സാരി കണ്ടുമ്പോൾ അയ്യോ ഇത് എവിടുന്ന് വാങ്ങിച്ചതാ, ഇവിടുത്തെ ഷീമാട്ടിയിൽ നിന്ന് വാങ്ങിച്ചാന്നോ, എന്തെങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നു അല്ലേ. അവിടെ കൈ സ്തോത്ര കാഴ്ചയുണ്ട്. 100 പൗണ്ട് മരുന്നുണ്ട്. 19-ാം അധ്യായത്തിന് ധൈര്യമുണ്ട്. 100 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 കിലോ. പോട്ടെ, അവൾ അത്രയും കൊണ്ടുവന്നാണെന്നില്ലായിരിക്കാം. ഏറ്റവും വലിയ കാര്യം, അവൾ എന്തിനാ പോയത്? യേശുവിൻ്റെ ശരീരത്തിനകത്ത് തുണി മാറ്റിയിട്ട്, ചിന്തിച്ചാട്ടെ, തുണി മാറ്റിയിട്ട് മരുന്ന് പറ്റിയിട്ടുണ്ട്. 100 പൗണ്ട് മരുന്ന് ശരീരത്തിൽ ഒപ്പി വെച്ചിരിക്കുകയാണ്. എൻ്റെ പെങ്കൊച്ചെ, 33 വയസ്സുള്ള ഒരു പുരുഷന്റെ നഗ്ന ശരീരത്തിൽ നിനക്ക് വിരലോടിക്കാൻ സാധിക്കില്ല. പക്ഷെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. വേറെ ഒരു സ്ത്രീയും ചെയ്യാത്തത് ചെയ്യുവാൻ മഗ്ദലക്കാരത്തേക്ക് മനസ്സുണ്ടായെങ്കിൽ എനിക്കും നിനക്കും മനസ്സ് കുറച്ചെങ്കിലും ഉണ്ടാകണം. യേശു ആദ്യം പറഞ്ഞ വാചകം, സ്ത്രീയെ നീ കരയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? എടി കൊച്ച, നീ എന്തിനാ കരയുന്നത്? ഞാൻ ജീവനോടുണ്ട്. കേട്ടാട്ടെ, അവൻ നിനക്ക് വേണ്ടി ജീവനോടുകൂടി ഉണ്ടെങ്കിൽ നീ കരയേണ്ട ആവശ്യമില്ല. നീ കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്നതായിട്ടുള്ള ഹാൻഡ് കർച്ചീഫ് അവനെ ഏൽപ്പിച്ചാൽ മതി, അവൻ അത് മടക്കിത്തരും. എൻ്റെ പെങ്കൊച്ച, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ ജീവനോടെ ഉണ്ടല്ലോ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ വേദനകൾ അവൻ്റെ തൃപ്പാദത്തിൽ വെച്ചിട്ട് സമാധാനത്തോട് പോരാ. യേശു ആദ്യം പറഞ്ഞ വാചകം. ഞാൻ ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാദങ്ങളിൽ വേദപഠനം, പെട്ടെന്ന് ഞാനൊരു കാര്യം ചിന്തിച്ചു. ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ തെറ്റുകൊണ്ട് ഒരു സ്ത്രീ എൻ്റെ വീട്ടിൽ കരയാൻ പാടില്ല. എൻ്റെ മകളെ അടിക്കുവാണെങ്കിൽ അവിടെ കുറ്റം കൊണ്ടായിരിക്കണം. എൻ്റെ ഭാര്യ കരയുന്ന, എൻ്റെ ഭാര്യയെ കരയിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം കരയിച്ചിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിലും ചിലപ്പോൾ കരയും, ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കരയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എൻ്റെ പെൺമക്കളാരും കരയത്തില്ല, എൻ്റെ മരുമക്കളാരും കരയത്തില്ല, എൻ്റെ വീട്ടിലെ വേലക്കാർ കരയത്തില്ല. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ കാരണം എൻ്റെ വീട്ടിൽ ഒരു സ്ത്രീ കരയത്തില്ല. യേശു ക്രിസ്തു ആദ്യം കണ്ടത് അവളുടെ കണ്ണുനീരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നാലും അവൻ കാണുന്നത് നിങ്ങളുടെ കണ്ണുനീർ. സഹോദരി, നിൻ്റെ കണ്ണുനീർ, നിൻ്റെ മരുമകളുടെ കണ്ണുനീർ, നിൻ്റെ മകളുടെ കണ്ണുനീർ, അവരുടെ തെറ്റുകൊണ്ട് കരയാം, പക്ഷെ നിൻ്റെ തെറ്റുകൊണ്ട് കരയാൻ പാടില്ല. മൂന്നാമത്തെ സന്ദേശം, 16-ാമത്തെ വാക്യം. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. യേശുവിന് അവളെ അറിയാമായിരുന്നു. യേശുവിന് അവളുടെ പേരറിയാമായിരുന്നു. അവൾ ആരാണ്? 12 ശിഷ്യന്മാർ. എനിക്കൊന്ന് ഇരിക്കണമല്ലോ, ഇരിക്കാനൊരു കസേര തരുമോ? ഞാനൊന്ന് ഇരുന്നോട്ടെ. ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്, ആർക്കും പ്രയാസമുണ്ടോ? വേണ്ട വേണ്ട, ഇവിടെ അവരാരും സമ്മതിക്കുന്നില്ല. ക്ഷീണിച്ചാൽ ഞാനൊന്ന് ഇരുന്നോട്ടെ. എന്നിട്ടും എല്ലാവരും PG വർഗീസ് ഇന്ന് വരെ ക്ഷീണിച്ചിട്ടില്ല. PG വർഗീസിന് ക്ഷീണിക്കാൻ മനസ്സുമില്ല. 4.5 മണിക്കൂർ, തമാശ പറയല്ല, 4.5 മണിക്കൂറുള്ള നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 2 മാസം എല്ലാ ദിവസവും പ്രസംഗിച്ചിട്ടുണ്ട്. ക്ഷീണിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ കൃപയാണ്. പിന്നെ ഇരിക്കാനൊരു കൊതി തോന്നിയതുകൊണ്ട് ഒരു കസേര ചോദിച്ചതാണ്. യേശു ഈ മറിയ ആരാണ്? ഇതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി വെച്ചേക്കണം. 12 ശിഷ്യന്മാരിൽ ഒരാളല്ല, 24 ശിഷ്യന്മാരിൽ ഒരാളല്ല, 70 പേരിലെ 72 പേരെ, 120 പേരെ, 500 പേര് ഇങ്ങനെ പറയുന്നുണ്ട്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് 7000 ശിഷ്യന്മാരുണ്ടായിരുന്നു. ചിലപ്പോൾ 120-1 ഷി വാസ് എ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു സ്ത്രീ. ഇന്നത്തെ കാലമല്ല, ഇന്ന് സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് വന്നിരിക്കും,
അന്നത്തെ കാലത്ത് അവളൊരു പുറകിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ യേശുവിന് അവളെ അറിയാമായിരുന്നു, അവളുടെ പേരറിയാമായിരുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, വർഗീസ് ബ്രദറെ ഞാൻ ചില ഞായറാഴ്ച ചർച്ചയിൽ പോകത്തില്ല, എന്നാലും നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവന് നിങ്ങളെ അറിയാം. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ദശാംശം ചിലപ്പോൾ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്, എന്നാലും അവന് നിങ്ങളെ അറിയാം. ഞാൻ ഈ പറഞ്ഞത് ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷേ ഈ കുറവുകളൊക്കെ പിശാച് നിൻ്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നാലും എനിക്ക് പറയുവാനുള്ളത്, നീ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവന് നിന്നെ അറിയാം, നിൻ്റെ പേരറിയാം, നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, നിൻ്റെ പാസ്പോർട്ടിൻ്റെ നമ്പർ അറിയാം, നിൻ്റെ വെബ് പേജിൻ്റെ നമ്പർ അറിയാം, നിൻ്റെ വീട്ടു നമ്പർ അറിയാം. ഹി നോസ് യു. അവന് നിന്നെ അറിയാം. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. ഞാൻ മാനസാന്തരപ്പെട്ട ദൈവവൈതലായതുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നെ അറിയുന്നില്ലായിരിക്കാം, എൻ്റെ മക്കൾ എന്നെ അറിയുന്നില്ലായിരിക്കാം, പക്ഷേ അവൻ എന്നെ അറിയുന്നു. യേശുവിന് എന്നെ അറിയാം. 1-2 സംഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തോ ഉണ്ട്, ആരെങ്കിലും ഒരു ദുപ്പട്ട തരാമോ? അയ്യോ സഹോദരൻ, മണമുണ്ടോ നോക്കിയതാ കേട്ടോ, അല്ലാതെ നമ്മളാരും വിചാരിക്കും ഞാൻ ഉമ്മ കൊടുത്താന്ന്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. PG വർഗീസ് അവിടുത്തെ പാസ്റ്ററുടെ ഭാര്യ. എനിക്ക് മലയാളികളെ വലിയ പേടിയാകട്ടോ. ഐ എം പ്രൗഡ് ഓഫ് മൈ ഹെറിറ്റേജ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു ദിവസം ലില്ലിയുടെ ബർത്ത്ഡേ ആണ്. ലില്ലി 5-6 വർഷത്തിലൊരിക്കലേ ബർത്ത്ഡേ വരാറുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ പ്രായം കൂടാത്തത്. ഒരു ദിവസം ലില്ലിയുടെ ബർത്ത്ഡേ, ലില്ലിയുടെ കൊച്ചുനാളിൽ. ലില്ലിക്ക് അപ്പച്ചനെ കണ്ടത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ലില്ലിയുടെ കൊച്ചുനാളിൽ അപ്പച്ചൻ മരിച്ചു പോയത്. അപ്പം ലില്ലിയുടെ മൂത്ത ആങ്ങളെയാണ് ലില്ലിയുടെ അപ്പനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും അധ്യാപകനും പാസ്റ്ററും ഉപദേശിയും എല്ലാം മൂത്ത ചേട്ടനാണ്. പലർക്കും അറിയായിരിക്കും, SK എബ്രഹാം. കല്യാണം കഴിഞ്ഞ് വെച്ച് പോയി കഴിയുമ്പോഴെല്ലാം അദ്ദേഹം ലില്ലിക്കൊരു നീണ്ട എഴുത്തെഴുതും. അത്ര നല്ല സുന്ദരമായ ഇംഗ്ലീഷ്, സുന്ദരമായ മലയാളം, കവിതയുടെ കൂട്ടമൊക്കെ വരും. ചിലപ്പോൾ ഒരു കവിതയൊക്കെ എഴുതിയെന്ന് വരും, എഴുതും. എല്ലാ ബർത്ത്ഡേക്കും കിട്ടും. ആ ഒരു വർഷം ലില്ലി ഇങ്ങനെ നോക്കിയിരിക്കുക, എൻ്റെ അച്ചായൻ്റെ എഴുത്ത് വരും. ആ വർഷത്തിൽ വന്നില്ല. നിങ്ങൾ നിരാശരാകുമ്പോഴാണ് പിശാച് തോളെ കയറി ഇരുന്നുകൊണ്ട് ചെവി മന്ത്രിക്കുന്നേ. നിൻ്റെ ആങ്ങളയ്ക്ക് നിന്നെപ്പറ്റി വലിയ ചിന്തയില്ല. എന്നാൽ ഭർത്താവെങ്കിലും മഹാരാഷ്ട്രയിൽ പോയിരിക്കില്ല, അവിടുന്ന് ഫോൺ ചെയ്യുമെന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പോഴും പോലും എനിക്ക് ഭാര്യയുടെ ബർത്ത്ഡേ ഒന്നും ഓർമ്മയില്ല. പിന്നെ ഇല്ലയോ അന്നത്തെ കാര്യം ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിള്ളേരെങ്കിലും രാവിലെ ഹാപ്പി ബർത്ത്, പിള്ളേരും മറന്നുപോയി. ഓഫീസിൽ 2-3 പേരുണ്ട്, അവരെങ്കിലും പറയുന്നില്ല, എല്ലാവരും മറന്നു. പിശാച് തോളെ കയറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്നെ ആർക്കും വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, ആങ്ങളയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ഓഫീസിലുള്ളവർക്ക് ആർക്കും വേണ്ട. ലില്ലി പറഞ്ഞു, ശരിയാ, നീ പറയുന്നത് ശരിയാണ്, വേണ്ട. ലില്ലി കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരു 2 മണിയായപ്പം പോസ്റ്റ്മാൻ വന്നു. ഒരു വലിയ പാക്കറ്റ് ലില്ലിയുടെ കൊടുത്തു, ഒരു മഞ്ഞ പാക്കറ്റ് ലില്ലിയുടെ കൊടുത്തു. പറഞ്ഞു, ആരാ? ലില്ലി വർഗീസ്. ഞാനാണ്. ആദ്യമായിട്ടാണ് ലില്ലിയുടെ പേരിൽ ഒരു രജിസ്റ്റേഡ് ലെറ്റർ വരുന്നത്. ലില്ലിയുടെ ആങ്ങളമാർ രൂപ അയക്കുമ്പോഴും എൻ്റെ പേരിൽ അയക്കുന്ന എൻ്റെ പേരിൽ രജിസ്റ്റേഡ് ലെറ്റർ ആദ്യമായിട്ട് വന്നു. ലില്ലി അത് വാങ്ങിച്ചു. എന്നിട്ടത് പതുക്കെ അങ്ങ് പൊട്ടിച്ചു. എടുത്തു കഴിഞ്ഞ ഉടനെ അതിന് മേലിൽ ആദ്യം വരുന്ന ഒരു എഴുത്താണ്. അതിനകത്തൊരു എഴുത്ത് എഴുതിയിരുന്നു. തോമസ് മാത്യൂസ് എഴുതി അയച്ച സൗദി അറേബ്യ എന്ന്, ഡമ്മാം സൗദി അറേബ്യയിൽ വന്നാണ്. പ്രിയപ്പെട്ട ലില്ലി സഹോദരി, PG വർഗീസ് എഴുതിയ ഏലിയാവ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു. നല്ല പുസ്തകമായിരുന്നു. ഞാൻ ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചു. അതുകൊണ്ട് ലില്ലി PG വർഗീസിന് ഒരു സമ്മാനം വാങ്ങിക്കാനായിട്ട് ഞാൻ ഷോപ്പിംഗ് മോളിൽ പോയി. അവിടെ കൂടെ ഞാൻ ഇങ്ങനെ ചുറ്റി നടക്കുമ്പം PG വർഗീസിന് വാങ്ങിക്കാൻ സാധനം കിട്ടിയില്ല. പിന്നെ കാണുന്നത് മുഴുവൻ ഒരു സാരി ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. പക്ഷെ പരിചയമില്ലാത്തൊരു സ്ത്രീക്ക് തുണി കൊടുക്കുന്നതിനൊരു ദുരർത്ഥം കൂടെ വരാം. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിലെ കൂടി ഇങ്ങനെ നടന്നുപോയി. രണ്ടാമത് വന്നപ്പോഴും എനിക്ക് ആവശ്യമുള്ള സമ്മാനം കാണുന്നില്ല. ഈ സാരിയാണ് കാണുന്നത്, അത് വാങ്ങി. ഇല്ല, വേണ്ട, ശരിയല്ല. മൂന്നാമതും വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിക്കാം. അതുകൊണ്ട് ഞാൻ ഈ സാരി വാങ്ങിച്ചയക്കുകയാണ്. ലില്ലി സഹോദരിയുടെ ബർത്ത്ഡേ എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബർത്ത്ഡേ വരുന്നതേ ഉള്ളെങ്കിൽ സൂക്ഷിച്ചു വെച്ചേക്കണം. ബർത്ത്ഡേയുടെ അന്ന് ഈ സാരി എടുത്തൊന്ന് ഉടുക്കണം. ലില്ലി അധികം സമയമെടുത്തില്ല. ഈ സാരി എടുത്ത് തോളിൽ കൂടെ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അതിലെ കൂടെ ഓടി നടന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ മറന്നുപോയി, എൻ്റെ മക്കൾ എന്നെ മറന്നുപോയി, എൻ്റെ സ്നേഹിക്കുന്ന ആങ്ങളെ എന്നെ മറന്നുപോയി. പക്ഷെ മറക്കാത്തവനായ ദൈവം, എൻ്റെ ബർത്ത്ഡേ അറിയാവുന്നവനായ ദൈവം, നേരത്തെ സൗദി അറേബ്യയിൽ സംസാരിച്ചൊരുത്തനെ കൊണ്ട്, ഈ ദൈവം നിങ്ങളുടെ ദൈവം. അവൻ നിങ്ങളെ അറിയാം, നിങ്ങളുടെ ബർത്ത്ഡേ അറിയാം, നിന്റെ കാലിൻ്റെ സൈസ് അറിയാം, നിന്റെ ബ്ലൗസിൻ്റെ സൈസ്. ദിവസങ്ങൾ തരൂ, ഞാൻ ഇവിടുന്നുണ്ട് കഥകൾ പറയാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അവന് നിന്നെ അറിയാം, നിന്റെ ആവശ്യങ്ങൾ അറിയാം. നിന്റെ ഭർത്താവ് നിന്നെ മറന്നുപോയെന്ന് വരാം,
നിന്നെ സ്നേഹിക്കുന്ന പലരും നിന്നെ മറന്ന് അർത്ഥം വെച്ച് അറിയുകയാണ് കേട്ടോ. പലരും നിന്നെ മറന്നുപോയെന്ന് വരാം, പക്ഷേ അവൻ നിന്നെ മറക്കത്തില്ല. അവൻ നിന്നെ, പലർക്കും ദൈവവേലയ്ക്ക് ഇറങ്ങാൻ പേടിയാ. ഇല്ലയോ, അയ്യോ, എൻ്റെ മോന് വേണ്ടി ഞാനിങ്ങനെ ഒരു പെണ്ണന്വേഷിച്ച് നടക്കുമായിരുന്നു, എൻ്റെ മൂത്ത മോന്. എല്ലാവരുടെയും കാര്യം അത് തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ പലരെയും കണ്ടു കഴിയുമ്പോൾ ചോദിക്കുമ്പം എൻ്റെയൊക്കെ ചോദിക്കും, എന്തുവാ ജോലി? പഠിത്തം എന്തോ ഉണ്ട്? പഠിത്തം ഒത്തിരി ഉണ്ട്. അവന് ഡിഗ്രി 1, 2 ഒന്നും അല്ല, 5-6 ഡിഗ്രി ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണില്ലേ, BSc, MSc, MDH, PhD, പിന്നെ MBA, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, 6 ഡിഗ്രി ഉണ്ട് കേട്ടോ. പക്ഷെ ആളുകൾക്ക് എന്തോ അവൻ്റെ ജോലി ഉപദേശിയ വേണ്ട, കമ്പൗണ്ടർ ആണേലും കെട്ടിക്കോളാം, ഉപദേശിയ വേണ്ട. നമ്മുടെ സോക്കേട് നോക്കണേ, അതുകൊണ്ട് വേണ്ട. അതുകൊണ്ട് ദൈവത്തിന് പലർക്ക് സൂക്ഷിച്ചുകളിലേക്ക് ഇറങ്ങാൻ പേടിയാ. എന്താ കാര്യം? അത് മോശമല്ലയോ, പൈക്കമല്ലയോ, നാണക്കേടല്ലയോ? പലരും പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് ദൈവവേലയാണ്. അപ്പോഴത്തേക്ക് ആളുകൾ മുമ്പ് ഇരുന്നുകൊണ്ട് കൈകൊട്ടും. പാസ്റ്റർക്ക് എത്ര മക്കളുണ്ട്? 3 പേര്. എന്തോ എടുക്കുന്നു? ഒരാൾ അമേരിക്ക നേഴ്സ്, വേറൊരാൾ ഇംഗ്ലണ്ട് നേഴ്സ്, വേറൊരാൾ അയർലൻഡ് നേഴ്സ്. എടാ, വലിയ ജോലി സൂക്ഷിച്ച വേലയാണെങ്കിൽ എന്താ ഒരെണ്ണത്തിനെങ്കിലും വിടാഞ്ഞ്? എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാർക്ക് ചോദിക്കുകയാണ്, സത്യമാണോ പറഞ്ഞത്? ഉപദേശിപ്പണിയാണ് ഏറ്റവും വലിയ പണി. അങ്ങനെയാണെങ്കിൽ എത്ര നാൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ ദൈവത്തോട്, ദൈവമേ എൻ്റെ ഒരു കുഞ്ഞിനെ ദൈവവേലയ്ക്ക് വിളിക്കണമെന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. MBBSന് അഡ്മിഷൻ കിട്ടാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാൽ ഒരു കുഞ്ഞിനെ ഉപദേശിയാക്കണമെന്ന് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്. ലില്ലിക്ക് 6 or 7 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് ലില്ലിയുടെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതാണായാലും പെണ്ണായാലും ഈ പൈതൽ നിന്റെ പൈതലായിരിക്കട്ടെ, നിന്റെ വേലക്കാരനായിരിക്കട്ടെ, നിന്റെ വേലക്കാരി ആയിരിക്കട്ടെ. കാരണം എൻ്റെ വേദപുസ്തകം അങ്ങനെ പറയുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നിനക്കുണ്ടാകുന്ന ആദ്യത്തെ സന്താനം ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കണം. ഇന്ന് ബൈബിൾ സ്കൂളുകളിൽ ആളുകളില്ല. ഞാൻ തിരുവനന്തപുരത്തിന് അങ്ങേ അറ്റം മുതൽ കോട്ടയത്ത് വരെയുള്ള എല്ലാ ബൈബിൾ കോളേജ്, 77 ബൈബിൾ കോളേജുകളിൽ പോയി പ്രസംഗിച്ചു. പലയിടത്തും ചെല്ലുമ്പോൾ എൻ്റെയൊക്കെ പറയുന്ന വേദനയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദൈവദാസൻ എൻ്റെയൊക്കെ പറഞ്ഞതാ കേട്ടോ, പേര് പറയത്തില്ല. ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും നല്ല ബൈബിൾ കോളേജുകളിൽ ഒരു ബൈബിൾ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടത്തുന്ന ആൾ എൻ്റെയൊക്കെ പറയും, ഇങ്ങനെ പറഞ്ഞു, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. പറഞ്ഞു, വർഗീസ് ബ്രദറെ, 5 പേരില്ല ബ്രദറെ മലയാളികൾ, ബാക്കിയെല്ലാം വണ്ടിക്കൂലിയും പോക്കറ്റ് മണിയും കൊടുത്ത് വടക്കേ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരിക. എന്താ കാര്യം? നമ്മൾ നമ്മുടെ മക്കളെ ജർമ്മനിക്ക് അയച്ചു, നമ്മുടെ മക്കളെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു, നമ്മുടെ മക്കളെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അയച്ചു. പക്ഷേ ദൈവവേലയ്ക്ക് വേണ്ടി മാത്രം അയച്ചില്ല. നമ്മളാരും പ്രാർത്ഥിച്ചില്ല, കർത്താവ് എൻ്റെ ഒരു കുഞ്ഞിനെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കണമേ. എന്തുകൊണ്ട് വിളിച്ചില്ല? എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് അയച്ചില്ല, പ്രാർത്ഥിച്ചില്ല? നീ പോയാൽ നിന്റെ ചെലവ് നടത്താൻ എൻ്റെ ദൈവത്തിനറിയാം. നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ആരും നിന്നെ സഹായിച്ചില്ലെന്ന് വരും. ആരും നിൻ്റെ കൽ വെരി ഗുഡ് എന്ന് പറയാതിരിക്കും. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വീടിൻ്റെ അതിലേ കൂടെ വന്നേ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ബീഹാറിൽ ഒരു അബി മാത്യു പ്രവർത്തിക്കുന്നുണ്ട്. പ്രൊഫസർ ഡോക്ടർ അബി മാത്യു. ഒരു ടൈറ്റിലേ വെക്കാൻ പാടുള്ളൂ. ഞാൻ രണ്ടും കൂടെ കയറി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അദ്ദേഹത്തിൻ്റെ അമ്മയെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കയറി കണ്ടായിരുന്നു. കാരണം എനിക്ക് അവരെ കാണണമെന്നൊരാഗ്രഹം തോന്നി. കാരണം അബി മാത്യുവിൻ്റെ ഒരു പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയാണ്. അതിനകത്ത് അദ്ദേഹം ഇങ്ങനൊരു വാചകം എഴുതിയിരുന്നു, ഞാൻ കോളേജ് പ്രൊഫസർ ജോലി രാജിവെച്ച് ബീഹാറിലേക്ക് മിഷണറി ആയി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പോകണ്ട മോനെ എന്ന് പറയാതിരുന്ന അമ്മയ്ക്ക് ഈ പുസ്തകം സമർപ്പിക്കുന്നു. ആ ഒരൊറ്റ വാചകം കാരണം ഞാൻ അമ്മച്ചെ പോയി കണ്ടു. ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു കുഞ്ഞ് പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? ഒരു കുഞ്ഞ്. പക്ഷേ ഇന്നത്തെ വലിയ തകരാറില്ല, 2 ഉള്ള എല്ലാവർക്കും. അങ്ങനെ വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, 2 കുഞ്ഞുങ്ങളെ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുതിയെടുത്തോ, വീട്ടിൽ പോയി നോക്കണം. അങ്ങനൊരു വാക്യം, അങ്ങനൊരു അധ്യായമില്ല. ഞാൻ നിങ്ങളുടെ പറയട്ടെ, 3 കുഞ്ഞുങ്ങൾ, ഒന്നിനെയെങ്കിലും ദൈവവേലയ്ക്ക് അയക്കാൻ 3 കുഞ്ഞുങ്ങളാണ്. ഞാൻ ഒരു കുറ്റം പറയല, വേദന കൊണ്ട് പറയുകയാണ്. ഗംഗാ നദിയിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു കുഞ്ഞിനെ എടുത്ത് എറിയുന്നു. ഞാൻ കണ്ടത് ഇപ്പോഴും ഓർക്കുന്നു, വെള്ളത്തിൽ വീണത്. ഇത് നിർത്തുവാൻ നമുക്കേ കഴിയത്തുള്ളൂ. ദുരാചാരങ്ങളെ തുടച്ചു മാറ്റുവാൻ നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതിനുള്ള സുവിശേഷം നമ്മുടെ പക്കലുണ്ട്. പക്ഷെ ആര് പോകും? എന്തുകൊണ്ട് പോകുന്നില്ല? നാം നമ്മുടെ മക്കളെ അയക്കുന്നില്ല. നാം പോകുന്നില്ല, നമ്മുടെ മക്കളെ അയക്കുന്നില്ല. ഭാരതം ദൈവശബ്ദം കേൾക്കുവാൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, രാജസ്ഥാൻ മുതൽ അരുണാചൽ പ്രദേശ് വരെ നീണ്ടുകിടക്കുന്ന ഈ രാജ്യത്ത് ആരെങ്കിലുമൊക്കെ പോയിരുന്നെങ്കിൽ. ഞാൻ പോയി. എന്ത് സംഭവിച്ചെന്നറിയാം? ഇന്ന് 3607 സുവിശേഷവേലക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ. 3607, 15,000 സഭകൾ സ്ഥാപിക്കപ്പെട്ടു. ഞാൻ എന്നെപ്പറ്റി വാചകം അടിക്കുകയല്ല.
ഒരു 10ാം ക്ലാസ് പഠിച്ച പട്ടാളക്കാരൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, 10ാം ക്ലാസ് പഠിച്ച പട്ടാളക്കാരൻ പോയപ്പോൾ ഇത്രയും സാധിച്ചെങ്കിൽ എന്നേക്കാൾ കൂടുതൽ പഠിത്തമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് അധികം പേരും. നിങ്ങൾ പോയാൽ സമർപ്പണമുണ്ടെങ്കിൽ, കഠിനാധ്വാനം ചെയ്യുമെങ്കിൽ ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യുവാൻ കഴിയും. പുനലൂക്കാരൻ ഒരു തോമസ് മാത്യു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരാൾ വെല്ലുവിളിക്കുന്നത് കേട്ടു. രാജസ്ഥാനിൽ സുവിശേഷ വേലക്കാരിൽ ആര് പോകും? ആ ചെറുപ്പക്കാരൻ പോകാൻ നേരം പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല. വിളിച്ചാൾ പറഞ്ഞു, നീ ഇപ്പോൾ വരണ്ട, നിന്റെ പഠിത്തം തീർന്നിട്ട്. അല്ല പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം സ്വർഗസ്ഥനായ ദൈവം രാജസ്ഥാനിലും തരാൻ നോക്കും. രാജസ്ഥാനിൽ അദ്ദേഹം PhD ഗോൾഡ് മെഡലിസ്റ്റായിട്ട് പാസ്സാകുവാൻ കർത്താവ് സഹായിച്ചു. ആർക്കും കടക്കാരനല്ലാത്ത ദൈവം നിന്റെ വിദ്യാഭ്യാസം ദൈവം നോക്കിക്കൊള്ളാം. നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം ദൈവം നോക്കിക്കൊള്ളാം. നിനക്ക് ആഹാരം അവൻ തരും, നിന്റെ കാലിന് ചെരുപ്പ് അവൻ തരും, നിനക്ക് വേണ്ടുന്ന വസ്ത്രം അവൻ തരും. ഹല്ലേലൂയ. ഇതിന്റെ പുറകെ പോകരുത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, ഇടയന്റെ പുറകെ പോകണം. അപ്പോൾ അവന്റെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ആര് പറയും ഞാൻ വടക്കേ ഇന്ത്യക്ക് പോകും? വലിയ ജോലിയാണെങ്കിലും, ലൂലു മോളിന്റെ ഉടമസ്ഥനാണെങ്കിലും, നിങ്ങൾ അതുപോലൊരു മോളുണ്ടെങ്കിലും ആര് പറയും ഞാൻ പോകും? ആരും കൈ ഉയർത്തണ്ട, എഴുന്നേറ്റ് നിൽക്കണ്ട. ആര് ഹൃദയത്തിൽ പോകും? കർത്താവേ, ഞാൻ പോകാൻ ഒരുക്കമാണ്, എന്നോട് സംസാരിച്ചാൽ ഞാൻ പോകാം. വേറെ ആര് പറയും എനിക്ക് പോകാൻ സാധ്യമല്ല? പക്ഷേ എൻ്റെ ഒരു കുഞ്ഞിനെ വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടെ പുറകോട്ട് പിടിച്ചു നിർത്താതെ, അവൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ പ്രിൻസിപ്പലാണെങ്കിലും, മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലാണെങ്കിലും, ഞാൻ പുറകോട്ട് പിടിച്ചു നിർത്താതെ സന്തോഷത്തോടെ അയക്കും എന്നാര് പറയും? ആര് പറയും കർത്താവേ എൻ്റെ ഒരു കുഞ്ഞിനെ വിളിക്കണമേ എന്ന് ആര് പറയും? എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ, വില്യം ജോൺ, മലയൻകീഴ്, ഒരൊറ്റ മോളേ ഉള്ളൂ, ഒറീസയിൽ മിഷണറി ആയിട്ട് വിട്ടു. ഡോക്ടർ ഏഞ്ചൽ, ഒരൊറ്റ മകൾ. അവസാനം അപ്പനും തൻ്റെ ക്ലിനിക്ക് ക്ലോസ് ചെയ്ത് വെച്ച് മോടെ കൂടെ പോയി. അങ്ങനെ കുറെ വില്യം ജോൺ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനത്തെ കുറെ ഏഞ്ചൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭാരതം ദൈവശബ്ദം കേൾക്കുമായിരുന്നു. ആര് പറയും ഞാൻ പോകും? ആര് പറയും എൻ്റെ ഒരു പൈതലിനെ വിളിക്കണമേ? ഞാൻ സന്തോഷത്തോടെ ഒരു ഉമ്മയും കൊടുത്ത് അയക്കും. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. നാം താമസിച്ചു പോയി, അല്ല വളരെ താമസിച്ചു പോയി. ഇനി താമസിക്കാൻ പാടില്ല. ഗംഗാ നദിയുടെ അടുക്കിലേക്ക് പോകാം, കാശ്മീരിലേക്ക് പോകാം, ബീഹാറിലേക്ക് പോകാം, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ മധ്യത്തിലേക്ക് പോകാം. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, ഈ പ്രിയപ്പെട്ടവരോട് സംസാരിക്കണമേ. അവരോട് സംസാരിച്ച് അവരെടുത്ത തീരുമാനത്തിൽ എൻ്റെ കർത്താവ് ഒപ്പിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് നീ അവരെ അയക്കണമേ. നീ വിളിക്കുമ്പോൾ പോകട്ടെ. അവർ സമർപ്പിച്ചിരിക്കുന്നു. ഇനി വിളിക്കുക എന്നുള്ളത് നിന്റെ ജോലിയാണ്. അവരെ വിളിക്കണം, അവരുടെ മക്കളെ വിളിക്കണം. ഹല്ലേലൂയ. ദൈവശബ്ദം ഭാരതം കേട്ടേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞങ്ങൾ വളരെ താമസിച്ചു പോയി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ പോകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ വചനത്തിനായ സ്തോത്രം. ഈ 14ാമത്തെ വാർഷികത്തിന്റെ മധ്യത്തിൽ ഞങ്ങളോടുള്ള അങ്ങയുടെ ശബ്ദം ഞങ്ങൾ വീണ്ടും കേട്ടിരിക്കുന്നു. ആരെനിക്കായി പോകും? ഞാൻ ആരെ അയക്കേണ്ടു? Whom shall I send and who will go for me? ഭാരതം ദൈവശബ്ദം കേൾക്കണം. ഭാരതം ദൈവത്തിന്റെ രാജ്യമായി തീരണം. കർത്താവേ, ദേവദാസങ്ങൾ കൂടെ അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് പങ്കുവച്ചതിനായി ഒരു മെസ്സേജ് അല്ല, ഒരു ഹൃദയം, ഒരു വലിയ കൈമാറ്റം, ഒരു വലിയ ദൈവിക നിയോഗം, ഒരു വലിയ ദൗത്യം, ഒരു വലിയ മാന്റൽ പിടിക്കാൻ കഴിയുന്നവരെല്ലാം കരങ്ങളെ ഉയർത്തി ഇത് പകൽക്കാലം നമുക്കത് നയിച്ചെടുക്കാം. തുടർന്ന് ഞാൻ പാസ്റ്ററെ വിളിക്കുന്നു, മുമ്പോട്ട് വന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം ലില്ലി ആന്റി ഒന്ന് മുമ്പോട്ട്. Yes, Lily auntie, come. She has a word for us. Short word for us. Wow. Auntie, please. Praise the Lord. അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത്. Hallelujah. അത് തലമുറയായിട്ട് നിൽക്കുന്നു. സ്തോത്രം. ആമേൻ. വരുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചു, വരുന്ന വഴിയിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ദൈവം തന്ന ഒരു സെന്റൻസ്, നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നമ്മുടെ ദൈവം വർധനവിന്റെ ദൈവമാണ്. ഞാൻ ദൈവദാസൻ ഇവിടെ നിന്ന് പറഞ്ഞപ്പോഴേ വർധനവിന് മൾട്ടിപ്ലിക്കേഷൻ, പക്ഷെ നമ്മുടെ ദൈവം വർധനവിന്റെ. കാലങ്ങൾ കഴിയും തോറും ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. Hallelujah. Amen. ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ
നമ്മുടെ കർത്താവ് വരുന്നു എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. ദിവസങ്ങൾ കഴിയും തോറും നാം ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ സഹോദരങ്ങളെ തമ്മിൽ നാം അന്യോന്യം സ്നേഹിക്കുന്നവരായി തീരാൻ. വിശ്വാസത്തില്, പ്രത്യാശയില്, നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളതായ പ്രത്യാശയില് നമുക്ക് വർധന ഉണ്ടാകാം. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ വേലയില് നമുക്ക് വർദ്ധിച്ചു വരാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Amen, amen. Thank you so much, Andy. Thank you so much. Hallelujah. ഇന്ന് ഈ സഭ ഇത്രയും ആകുവാൻ ഇല്ലെങ്കിൽ 14 വർഷം, ഇന്ന് 14 വർഷം ആഘോഷിക്കുന്നതിന്റെ പുറകിൽ ഹല്ലേലൂയ ഇതിന്റെ മുഴുവൻ അവരുടെ ജീവനും അവരുടെ എല്ലാം കൊടുത്ത് ഇത് ഇത്രയും ആക്കി പറഞ്ഞതുപോലെ 14 വർഷമല്ല, അതിന് പുറകോട്ട് ഒരു 4 വർഷവും അവരിവിടെ ശുശ്രൂഷിച്ചു. അതിനുശേഷമാണ് ഇത് ഒരു സഭയായി ഇന്ന് ഇവിടെ കാണുന്നതായുള്ള രീതിയിൽ വന്നത്. എഫെസ്യ ലേഖനം 4:11 പറയുന്നത് ദ ലോർഡ് ഗീവ് ഗിഫ്റ്റ്സ്. അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇങ്ങനെ ദൈവം സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. And we want to honor Pastor Ajit, hallelujah, as a gift to this church. Hallelujah, we love you, we celebrate, hallelujah, the man of God, hallelujah, hallelujah. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ദേവദാസനെ നമ്മുടെ കരങ്ങളെ അടിച്ച് we want to love you, we want to honor, hallelujah. വിജയ് ഒരു സിംഗിൾ hallelujah. That's a blessed surprise. Wow. And we want to thank Pastor Suma, shoulder to shoulder നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് സകല കൈത്താലങ്ങൾ തന്ന് hallelujah മക്കൾക്കായിട്ടും hallelujah സ്റ്റീഫൻ ഗ്രേസ് ശാലോം we want to thank you hallelujah കുടുംബം മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് hallelujah 14 വർഷം hallelujah വിശ്വസ്തയോടെ hallelujah ദൈവത്തിന്റെ എല്ലാ പ്രൊവിഷനോടുകൂടെ ഇവിടെ നേതൃത്വം നൽകുവാൻ ദൈവം സഹായിച്ചവർക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. We want to thank you. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരാവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം ഞാനൊരു പാസ്റ്ററെ കണ്ടു. അധികം പഠിത്തമില്ല, എവിടാന്ന് പറയത്തില്ല, അധികം പഠിത്തമില്ലാത്ത ഒരു സാധാരണക്കാരൻ പാസ്റ്റർ. ഞാൻ ചോദിച്ചു എന്തുവാ ലക്ഷ്യമെന്ന് ചോദിച്ചപ്പോൾ കയ്യാലെ കാണിച്ചു തന്നു. 3000 വിശ്വാസികൾ ഉണ്ടാവണം പറഞ്ഞ് എല്ലാ ദിവസവും എഴുതിയിട്ടുണ്ട് നടക്കുന്നത്. കാരണം കൂടെ നോക്കാം, അങ്ങനെ വേദനകത്തൊരു വാക്യമുണ്ട്, വലിയ അക്ഷരത്തിൽ എഴുതണം, ഓടിപ്പോകുന്നവനും വായിക്കണമെന്ന് എല്ലാ ദിവസവും എഴുതിക്കൊണ്ട് 3000 വിശ്വാസികൾ. ഇപ്പോൾ ലില്ലി ചോദിച്ചു ഇപ്പോൾ എത്ര ഉണ്ട്? ഇപ്പോൾ 1000 പേരുണ്ട് കോട്ടയത്ത്. അധികം പഠിത്തമില്ലാത്ത ഒരാൾ 3 നില കെട്ടിടം ചർച്ച പണിതിരിക്കുന്നു. റെയിൽവേക്കാരുടെ സ്ഥലത്തിനകത്ത്, സ്വന്തം സ്ഥലം പോലും അല്ല കേട്ടോ, ആരും തടഞ്ഞില്ല, ഇതുവരെ തടഞ്ഞിട്ടില്ല. ദൈവം കണ്ണ് തുറന്നാൽ ബാക്കിയുള്ളവരുടെ കണ്ണുകളൊക്കെ അടയും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളുടെ സഭയിൽ ആദ്യം 1000 ഉണ്ടാവട്ടെ, പിന്നെ 2000 ആവട്ടെ, പിന്നെ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ 3000 പേരാവട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. എല്ലാവരും കൈ അവരുടെ നേരെ നീട്ടിയാട്ടെ. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരും കയ്യിൽ എഴുതിയിട്ടുണ്ട് നടക്കട്ടെ 1000 പേർ. ഹല്ലേലൂയ. നെടുമ്പുറത്ത് കർത്താവെ, പാസ്റ്റർ KC ജോൺ ഏകദേശം 35-40 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭിത്തിയിൽ എഴുതിയിട്ടു, ഈ സഭയിൽ 1000 പേർ. എല്ലാവരും ചിരിച്ചു. ഈ ഗ്രാമത്തിൽ 1000 പേരുണ്ടാവൂ. ഈ സഭയിൽ നിന്ന് ഉണ്ടായി. അതുപോലെ അവർ ഒരു ദർശനത്തോടെ കർത്താവ് പ്രവർത്തിക്കട്ടെ. ഈ സഭയിൽ 1000 പേർ. കർത്താവെ, 4 വശത്തും പുത്രി സഭകൾ, തെക്ക് നിന്ന് വടക്ക് വരെ, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ, ഈവൻ വന്നിട്ട് കർത്താവ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ ഉണ്ടാകട്ടെ, ഭൂട്ടാനിൽ ഉണ്ടാകട്ടെ, നേപ്പാളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുന്ന സഭകൾ ഉണ്ടാകട്ടെ, കാതലുള്ള സഭകൾ ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദർശനം കൊടുക്കണം, ആ ദർശനം പൂർത്തിയാവണം. അതിനുവേണ്ടി സഹായിക്കുവാനുള്ള പണം കൊടുക്കണം, അതിനുള്ള സഹായിക്കുവാനുള്ള വേലക്കാരെ കൊടുക്കണം, പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസികളെ കൊടുക്കണം. ഹല്ലേലൂയ. നിരാശ വരുന്ന സമയത്ത് അവരുടെ താടി പിടിച്ച് ഉയർത്തുന്ന അനേകം പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. A spirit of multiplication, let it be imparted to them from me. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അവർക്ക് സംഭവിക്കട്ടെ. ഒരു മൾട്ടിപ്ലിക്കേഷൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. Amen. Amen. Thank you. Praise God.